السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، وإن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى، وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين، وكل دعوى النبوة بعده فغي وهوى، وهو المبعوث إلى آمة الجن وكافة الورى. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. ബഹുമാനമുള്ള നേതാക്കന്മാരെ, കാരണവന്മാരെ, സഹോദരി സഹോദരന്മാരെ, വളരെയേറെ സന്തോഷം തോന്നുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് അള്ളാഹുവിൻ്റെ സഹായം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സ്ഥാപനവും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളുമെല്ലാം കാണുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി റഹ്മാനായ റബ്ബ് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ ഒന്നിച്ചിരുന്ന് ദീനു പഠിക്കാനും അള്ളാഹുവിൻ്റെ ദീനിനെപ്പറ്റി ചർച്ച ചെയ്യുവാനും നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ അർഖം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിലാണ് സ്വഹാബാക്കൾ ഒന്നിച്ചിരിക്കുന്നത്. വല്ല ശബ്ദവും കേട്ടാൽ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ചേർന്നിരിക്കും. ആരെങ്കിലും പുറത്തുനിന്ന് ഞങ്ങളുടെ റസൂലിനെ ആക്രമിക്കുമോ എന്ന പേടിയാണ് അതിന് കാരണം. വിരലിലെണ്ണാവുന്ന ഏതാനും ചില ആളുകൾ അന്ന് ദാറുൽ അർഖമിൽ ഒരുമിച്ചുകൂടി അവരെ തുടങ്ങിവെച്ച ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം വൻകരകളെ ഭേദിച്ച്, രാജ്യാതിർത്തികളെ ഭേദിച്ച് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്കെത്തി. ഇന്ന് എവിടെ എന്ത് ദീനീ ദഅവാ പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു പ്രതിഫലം അർഖമിൻ്റെ വീട്ടിൽ ദാറുൽ അർഖമിൽ ഒരുമിച്ചുകൂടിയ വിരലെണ്ണാവുന്ന ആ സ്വഹാബാക്കൾക്ക് ലഭിക്കുമെന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ആത്മാർത്ഥമായ ഇഖ്ലാസോട് കൂടിയിട്ടാണ് ഈ ഇരുത്തമെങ്കിൽ ഈ കേട്ട കാര്യങ്ങൾ നാളെ നാടിലേക്കിറങ്ങി നമ്മുടെ കുടുംബങ്ങളിലേക്കിറങ്ങി പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും മരണത്തിനപ്പുറം ഉപകാരപ്പെടുന്ന കർമ്മമായിരിക്കും അത്. ഉഹ്ദ് യുദ്ധം നടക്കുന്ന രാത്രി സ്വഹാബാക്കളെല്ലാവരും തമ്പിലിരിക്കുകയാണ്. ആ സമയത്ത് മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവും അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും ഒന്നിച്ചിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒത്തുചേർന്ന ആത്മബന്ധമാണ് അവരുടേത്. അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, സഅദേ, നാളെ ഉഹുദാണ്. ബദറിന് പ്രതികാരം തീർക്കാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ തമ്പടിച്ചിട്ടുണ്ട്. ഉന്നതമായ യുദ്ധക്കോപ്പുകളും എല്ലാവിധ തന്ത്രങ്ങളും തയ്യാറാക്കി ബദറിന് പകവീട്ടുവാനുള്ള കാത്തിരിപ്പിലാണവർ. ഈ സമയത്ത് പ്രാർത്ഥന കേൾക്കുന്ന നമ്മുടെ റബ്ബിനോട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടെ?
സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു തആല അൻഹു പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഉഹുദിന്റെ മണ്ണിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്നെ വളയണം. ഇസ്ലാമിനോട് ഏറ്റവും അധികം വൈരാഗ്യം വെച്ചു പുലർത്തുന്ന ഇസ്ലാമിൻ്റെ ശത്രുവിനെ വധിക്കാനുള്ള അവസരം റബ്ബേ സഅദിന് നൽകണേ. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു ആമീൻ പറഞ്ഞു. രണ്ടാമതായി ഒരു പ്രാർത്ഥന ആകാശ ലോകങ്ങളിലേക്ക് ഉയരുകയാണ്. അല്ലാഹുവേ, ഉഹുദിന്റെ മണ്ണിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അബ്ദുള്ളയെ വളയണം. അവരുടെ മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് അബ്ദുള്ളയുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കണം. നാളെ പരലോകത്ത് കണ്ണില്ലാത്തവനായി റബ്ബേ എനിക്ക് വരണം. അന്ന് നീ എന്നോട് ചോദിക്കണം, അബ്ദുള്ള, നിന്റെ കണ്ണുകൾ എവിടെ? അന്ന് എനിക്ക് മറുപടി പറയണം, റബ്ബേ, അബ്ദുള്ളയുടെ കണ്ണുകൾ നിന്റെ ദീനിന് വേണ്ടി നൽകിയതാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എൻ്റെ കാതുകൾ അറുത്തുമാറ്റണം. നാളെ കാതില്ലാതെ വാർന്നൊലിക്കുന്ന രക്തവുമായി പരലോകത്ത് അബ്ദുള്ളക്ക് എത്തണം. റബ്ബേ, നീ എന്നോട് ചോദിക്കണം, അബ്ദുള്ള, നിന്റെ കാതുകൾ എവിടെ? അന്ന് എനിക്ക് പറയണം, റബ്ബേ, നിന്റെ ദീനിനു വേണ്ടി എൻ്റെ കാതുകൾ ഞാൻ നൽകി. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എൻ്റെ ശരീരം മുഴുവൻ കൊത്തി നുറുക്കണം. അറ്റുതൂങ്ങുന്ന കൈയുമായി വാർന്നൊലിക്കുന്ന രക്തവുമായി നാളെ പരലോകത്ത് എനിക്കെത്തണം. റബ്ബേ, നീ എന്നോട് ചോദിക്കണം, അബ്ദുള്ള, നിന്റെ ശരീരം എങ്ങനെ ഈ രൂപത്തിൽ വികൃതമായി? അന്ന് എനിക്ക് പറയണം, റബ്ബേ, എൻ്റെ ജീവിതം മുഴുവൻ നിന്റെ ദീനിനു നൽകാൻ ഒരുക്കമായിരുന്നു ഞാൻ. ഉഹുദ് യുദ്ധം കഴിഞ്ഞ് ഒരു അമ്പിൽ ശരീരം കോർത്ത് വെട്ടി വികൃതമാക്കിയ രൂപത്തിലൊരു മയ്യത്ത് കണ്ടപ്പോൾ മഹാനായ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എൻ്റെ പ്രാർത്ഥനയേക്കാൾ എത്ര നല്ല പ്രാർത്ഥനയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിൻ്റെ പ്രാർത്ഥന. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം പരലോകമായിരുന്നു. ആ പരലോകത്തിൻ്റെ വിഷയത്തിൽ സ്വാർത്ഥരായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമുക്ക് പല സ്വപ്നങ്ങളുമുണ്ട്. നമ്മുടെ കുടുംബത്തിനെ പറ്റിയും മക്കളെക്കുറിച്ചും കച്ചവടത്തിനെ പറ്റിയും ഒരുപാട് ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരുമാണ്. പക്ഷെ ആത്മാർത്ഥമായി നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, എൻ്റെ പരലോകത്തെ, എൻ്റെ മോക്ഷത്തിനു വേണ്ടി എത്ര പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിന് തയ്യാറെടുത്തിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി നാം ആലോചിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ ഒരുപാട് സമയമുണ്ടെങ്കിലും ഒരു ദീനിൻ്റെ മീറ്റിങ്ങിന് വിളിച്ചാൽ നമ്മളെ കിട്ടാറില്ല. സുബഹി നമസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിലേക്ക് എത്താൻ ഇപ്പോഴും നമുക്ക് സമയമില്ല. വെള്ളിയാഴ്ച ഒന്ന് നേരത്തെ പള്ളിയിലേക്ക് വന്ന് സൂറത്തുൽ കഹ്ഫ് ഒന്ന് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. ദിവസത്തിൽ ഒരു പേജെങ്കിലും അള്ളാഹുവിൻ്റെ കലാമൊന്ന് പഠിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. പക്ഷെ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, സ്വർഗം കിട്ടണം, പരലോകത്ത് കഴിച്ചിലാകണം. ആ ഒരു പ്രതീക്ഷയിലാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ആ മരണത്തെ കണ്ടുമുട്ടുന്ന സമയത്തെ പറ്റി പറയുന്നുണ്ട്. മനുഷ്യർ പറയും, കല്ലാ റബ്ബിർജിഊൻ ലഅല്ലി യഅമലു സാലിഹൻ ഫീമാ തറക്തു. പടച്ച റബ്ബേ, എന്നെ ഒന്ന് തിരിച്ചയക്കണേ. ഒരല്പസമയത്തേക്ക് എന്നെ തിരിച്ചയക്കുകയാണെങ്കിൽ സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം, ഞാൻ വിട്ടേച്ചുപോയ കർമ്മങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് മനുഷ്യർ പറയുമെന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. ഒരു സഹാബി വന്നിട്ട് റസൂലിനോട് ചോദിക്കണം, റസൂലെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഭൂമിയിൽ ഏതാണ്, ഏത് സ്ഥലമാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദിരി, എനിക്കറിയില്ല. മതപരമായൊരു വിഷയം റസൂലിന് അറിയില്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല എന്നേ പറയുള്ളൂ. ആ ചോദ്യം നമ്മളോടാണ് ചോദിച്ചെങ്കിൽ നമ്മൾ പറയും, അറിയില്ലെങ്കിലും മക്കയാണ്, മദീനയാണ്, ബൈത്തുൽ മുഖദ്ദസാണ്. മതത്തിൻ്റെ വിഷയത്തിൽ അറിയാത്തൊരു വിഷയമാണെങ്കിലും പറയാൻ നമുക്കൊരു പ്രയാസമില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, എനിക്കറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്, പള്ളികളാണ്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലങ്ങൾ അങ്ങാടികളാണ്. നമ്മളൊന്ന് ആത്മാർത്ഥമായി ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. പള്ളിയിൽ സുബഹി കഴിഞ്ഞിട്ട്
സൂര്യൻ ഉദിക്കുന്ന സമയത്ത് 2 റക്അത്ത് നമസ്കരിച്ചാൽ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമാണ്. താമത്തൻ പൂർണ്ണമായ പ്രതിഫലം. സുബഹ് നിസ്കരിച്ച് പ്രാർത്ഥനകളോടുകൂടി പള്ളിയിലിരുന്ന് 2 റക്അത്ത് നമസ്കരിച്ചാൽ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം റഹ്മാനായ റബ്ബ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് നിസ്കരിക്കാൻ ഇപ്പോഴും നമുക്ക് സമയമില്ല. ഒരല്പസമയം പള്ളിയിലിരുന്ന് ഖുർആൻ ഓതാൻ തുടങ്ങിയ പിന്നെ ഇങ്ങനെ മറിച്ചു നോക്കും, ഇനി എത്ര ഓതാനുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഇരുന്നാൽ മനസ്സിലൊരു പ്രയാസം വരുന്നു. അങ്ങാടിയിൽ എത്ര സമയം ഇരിക്കാനും നമുക്കൊരു പ്രയാസം തോന്നിയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, അങ്ങാടികളിൽ ഇരിക്കുന്നത് നിങ്ങൾ ഉപേക്ഷിക്കണം. സ്വഹാബാക്കൾ ചോദിച്ചു, അള്ളാന്റെ റസൂലെ, അനിവാര്യ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഇരിക്കേണ്ടി വന്നാലോ? എങ്കിലും വഴികൾക്ക് നൽകേണ്ട അവകാശങ്ങൾ നിങ്ങൾ നൽകണം. കണ്ണ് താഴ്ത്തണം, നന്മ കൽപ്പിക്കണം, അതുപോലെ തന്നെ സലാം പറഞ്ഞാൽ സലാം അടക്കണം. ആ രൂപത്തിൽ മര്യാദ പാലിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇപ്പോൾ എത്ര സമയമുണ്ടെങ്കിലും ഈ സമയത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയുന്നില്ല. എന്നാൽ മരണത്തെ കണ്ടുമുട്ടുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് പറയും, റബ്ബേ ഒന്ന് തിരിച്ചയക്കണേ. അല്ലാഹു തആലയുടെ മറുപടി, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ കാഖിലുഹാ, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ കായിലുഹാ. അതൊരു വെറും വർത്തമാനം മാത്രമാണ്. അവനത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എത്ര തവണ നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, പടച്ചോനെ ഈ ഒരു അപകടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയാൽ ഇനി ഞാൻ ചെയ്യുകയില്ല. ചിലപ്പോൾ കടം കൊണ്ട് ഇടങ്ങേറായി പ്രയാസപ്പെടുമ്പോൾ കരഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും, പടച്ചോനെ ഈ ഒരു ഇടങ്ങേറിന്ന് കഴിച്ചിലാക്കിയാൽ പിന്നെ ഞാനൊരു തോന്നിവാസം ചെയ്യൂല. നമ്മൾ ചെയ്ത ഒരു തെറ്റ് 4 ആൾ അറിയുമെന്നായപ്പോൾ അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, റബ്ബേ ഇതിനൊന്ന് കഴിച്ചിലാക്കി തന്നാൽ ഇനിയൊരു തെറ്റിലേക്കും പോകൂല. എത്ര തവണ നമ്മൾ പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടുണ്ട്. മരണത്തെ കണ്ടുമുട്ടുന്ന സമയത്ത് കറുകറുത്ത വസ്ത്രം ധരിച്ച, കണ്ടാൽ അറുപ്പ് തോന്നുന്ന ഭീമാകാരന്മാരായ മലക്കുകൾ നമ്മുടെ റൂഹിനെ പിടിക്കാൻ കടന്നു വരുന്ന രംഗമുണ്ട്. കല്ലാ ഇദാ ബലഅതി തറാഖിയ, ആ റൂഹ് നിങ്ങളുടെ തൊണ്ടക്കുഴിയിലേക്ക് എത്തിയാൽ ഒരു വലിയ സമുദ്രം മുഴുവൻ തൻ്റെ മുന്നിലുണ്ടെങ്കിലും അത് മുഴുവൻ വലിച്ചു കുടിക്കുവാൻ മാത്രം ദാഹമുള്ള രംഗം. കണ്ണുകൾ എവിടേക്ക് തിരിച്ചാലും കറുകറുത്ത ഭീമാകാരന്മാരായ ചത്തളിഞ്ഞ മാംസത്തിന്റെ ഗന്ധമുള്ള മലക്കുകൾ ആ മനുഷ്യന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. പേടിച്ചു മനുഷ്യർ മുഖം തിരിച്ചു കളയുന്നു. എവിടേക്ക് മുഖം തിരിച്ചാലും ആ ചിത്രം മുന്നിലുണ്ട്. കണ്ണുകൾ അടച്ചാലും ചിത്രം മായുന്നില്ല. അല്ലാഹു തആലയുടെ ചോദ്യം, വഖീല മൻ റാഖ്, ഒന്ന് ആശ്വസിപ്പിക്കാൻ ആർക്ക് കഴിയും? ഒന്ന് ആശ്വസിപ്പിക്കാൻ ആർക്ക് കഴിയും? ഒരു നനഞ്ഞ പഞ്ഞിയിൽ നിന്ന് ഇരുമ്പിന്റെ കൊളുത്തുകൾ വലിച്ചെടുക്കുന്ന രൂപത്തിൽ പൊതിരത്തല്ലി, ഇരുമ്പിന്റെ ദണ്ടുകൾ കൊണ്ട് പൊതിരത്തല്ലി ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിച്ചെടുക്കുന്ന സമയത്ത് ആശ്വസിപ്പിക്കാൻ ആർക്ക് കഴിയുമടോ? സ്വഹാബിയോടാണ് മോന്റെ ചോദ്യം, ഉപ്പ എങ്ങനെയുണ്ട്? എന്താണ് മരണത്തെ കണ്ടുമുട്ടുന്ന സമയത്ത് ഉപ്പ നിങ്ങൾ അനുഭവിക്കുന്നത്? സ്വഹാബിയുടെ മറുപടി, എൻ്റെ കാലിൻ്റെ അഗ്രത്തിൽ നിന്നും തലവരെ ഇരുമ്പിന്റെ കൊളുത്തുകൾ കൊണ്ട് വലിച്ചെടുക്കുന്ന രൂപത്തിൽ വേദന അനുഭവിക്കുകയാണ് ഞാൻ. സഹോദരന്മാരെ, ആ ഒരു രംഗം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ അറിയും നമുക്ക് വേർപാടിനുള്ള സമയമായി. പല രാഷ്ട്രീയക്കാരുടെ മരണവാർത്ത നമ്മൾ കേട്ടു, ചർച്ച ചെയ്തു. നമ്മുടെ ഉപ്പയുടെ മരണവാർത്ത ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വരെ ഉപ്പാന്ന് വിളിച്ച, എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത എൻ്റെ ഉപ്പ മരണപ്പെട്ടു, ഇനി ഉപ്പാന്ന് വിളിക്കാൻ ഒരാളില്ല എന്ന് നമ്മൾ അറിഞ്ഞ ചില ഘട്ടങ്ങളുണ്ട്. എൻ്റെ ഉമ്മയുടെ മരണവാർത്ത ഞാൻ അറിഞ്ഞ ചില നിമിഷങ്ങളുണ്ട്. ഉമ്മാന്ന് വിളിച്ച് വീട്ടിലേക്ക് ചെന്നാൽ സ്വീകരിക്കാൻ, പുഞ്ചിരി തൂകി എന്നെ സ്വീകരിക്കാൻ ഇനി എൻ്റെ ഉമ്മയില്ല. അവസാനമായി ഉമ്മയുടെ നെറ്റിയിൽ നിന്ന് തുണി മാറ്റി ഉമ്മയുടെ നെറ്റിയിൽ ചുംബനങ്ങൾ നൽകുമ്പോൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മ ഇനി ഈ ലോകത്തില്ല. പക്ഷെ ഖുർആനിന്റെ പ്രയോഗം, അവനറിയും അവന് വേർപാടിനുള്ള സമയമായി. ഞാൻ അറിയും എൻ്റെ ഭാര്യയെ വിട്ട്, എൻ്റെ മക്കളെ വിട്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ വിട്ട്, എല്ലാവരെയും വിട്ട് എനിക്ക് പോകുവാനുള്ള സമയമായി. ഞാനത് തിരിച്ചറിയുന്ന നിമിഷം, സഹോദരന്മാരെ, അന്ന് നമ്മൾ തിരിച്ചറിയും
ഇവിടെ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന സമയത്തിന്റെ വില. ഇവിടെ അള്ളാന്റെ മാർഗത്തിൽ 2 വീട്ടിലേക്ക് കയറി ലഘുലേഖ കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് സമയമില്ല. 2 വീട്ടിലേക്ക് കയറി റഹ്മാനായ റബ്ബിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയമില്ല. ഒരാഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും QHLS ക്ലാസ്സിലൊന്ന് വന്നിരിക്കാൻ നമുക്ക് സമയമില്ല. പക്ഷെ ആ സമയത്ത്, മരണത്തിന്റെ സമയത്ത് കരഞ്ഞുകൊണ്ട് പറയും, പടച്ചോനെ ഒന്ന് തിരിച്ചയക്കണേ. നമ്മളൊരു പ്രശ്നം എന്താണെന്നറിയോ? സ്വഹാബാക്കൾ ജീവിതം മുഴുവൻ ആഖിറത്തിന് നൽകി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ അരികിലേക്ക് വരുമ്പോൾ വലിയ പണക്കാരനാണ്. ഒരു പട്ടിണി പാവമായിട്ടല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് എത്തിയിട്ടുള്ളത്. വലിയ പണക്കാരനാണ്. മതം പഠിക്കാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ കൂടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറകെ നടന്നു. പട്ടിണിയായിരുന്നു. ചില സമയങ്ങളിൽ നമസ്കാരത്തിൽ ശബ്ദം കേട്ട് നമസ്കാരം കഴിഞ്ഞ് സ്വഹാബാക്കൾ നോക്കുമ്പോൾ താഴെ കിടന്ന് പിടയുന്നുണ്ടാകും. പാവപ്പെട്ട, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒട്ടിയ വയറുമായി പ്രവാചകന്റെ പിറകെ നടക്കുന്ന മഹാനായ സ്വഹാബാക്കൾ ചെന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ അരികിലിരുന്നപ്പോൾ പറയാണ്, നിങ്ങൾ കരുതുന്ന രൂപത്തിൽ അബൂ ഹുറൈറക്ക് രോഗമൊന്നുമില്ല കേട്ടോ. അബൂ ഹുറൈറക്ക് മസ്സ് ബാധിച്ചതല്ല. അബൂ ഹുറൈറക്ക് ഏതെങ്കിലും വിധത്തിലുള്ള രോഗങ്ങളല്ല. എൻ്റെ പ്രവാചകന്റെ പിറകെ നടക്കുകയായിരുന്നു. പട്ടിണിയല്ലാതെ എന്നെ ബോധം കെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ പ്രവാചകന്റെ പിറകെ നടന്നു അവർ. ദീനു പഠിക്കാൻ, അള്ളാന്റെ കലാമു പഠിക്കാൻ. സമയം മുഴുവൻ ആഖിറത്തിന് വേണ്ടി മാറ്റിവെച്ചു. കുറച്ച് സമയം കിട്ടിയാൽ ദുനിയാവ് തേടി അവർ പോകും. നമ്മൾ നേരെ തിരിച്ചാണ്. ആഴ്ചയിൽ 6 ദിവസവും ദുനിയാവിന് വേണ്ടിയിട്ടാണ്. ഞായറാഴ്ച 1 മണിക്കൂർ അള്ളാൻ്റെ ദീനിന് വേണ്ടി QHLS പഠിക്കാൻ മാറ്റിവെച്ചു. നമ്മളൊന്ന് സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിലൊരു സൽക്കാരം വന്നു കഴിഞ്ഞാൽ അന്ന് QHLSന് ഉണ്ടാകൂല. ആഴ്ചയിൽ ആകെ 1 മണിക്കൂറാണ് അള്ളാൻ്റെ കലാമ് പഠിക്കുന്നത്. അതൊരു കല്യാണം വന്നാൽ നമ്മളെ ന്യായം, ഇന്ന് കല്യാണം ഉണ്ട് അതുകൊണ്ട് ഇന്ന് ഖുർആൻ ക്ലാസ്സിന് ഇല്ല എന്നാണ്. ഇന്നു വരെ ആഴ്ചയിൽ 1 മണിക്കൂർ ഞാൻ ഖുർആൻ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് കല്യാണത്തിന് ഒരു അല്പം നേരം വൈകിട്ടേ വരുള്ളൂ എന്ന് പറയാനുള്ള ഈമാൻ നമുക്ക് ഉണ്ടായിട്ടില്ല. ആഴ്ചയിൽ 1 മണിക്കൂർ അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്ത് പ്രോഗ്രാമും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറയാൻ നമ്മുടെ മനസ്സിന് സാധിച്ചിട്ടില്ല. സഹോദരന്മാരെ, ഇവിടെ നഷ്ടപ്പെടുത്തുന്ന സമയത്തിൻ്റെയും ഇവിടെ നഷ്ടപ്പെടുത്തുന്ന ത്യാഗത്തിൻ്റെയും അവസരങ്ങളുടെയും വില തിരിച്ചറിയുന്ന ഘട്ടങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ വുളിഅത്തിൽ ജിനാസ, മയ്യത്ത് കട്ടിൽ വെച്ച് കഴിഞ്ഞാൽ, വഹ്തമലഹ റിജാലു അലാ അനാഖിഹിം, ആളുകളുടെ ചുമലിലേക്ക് ആ മയ്യത്ത് കട്ടിലിൽ ചുമറ്റി കഴിഞ്ഞാൽ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് പ്രിയപ്പെട്ടവരും നമ്മുടെ ഉറ്റവരും ഉടയവരും നമ്മെയും ചുമന്ന് യാത്ര തിരിച്ചു കഴിഞ്ഞാൽ, വഇൻ ഖാനത് ഗൈറ സാലിഹ, ഒരു സ്വാലിഹല്ലാത്ത മനുഷ്യന്റെ ആത്മാവാണെങ്കിൽ, ഖാലത്ത്, അത് പറഞ്ഞുകൊണ്ടിരിക്കും, യാ വൈലഹ, എൻ്റെ നാശമേ, ഐന യദ്ഹബൂന ബിഹ, എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. നമ്മൾ പറയും നല്ല മരണാട്ടോ. ആര് മരിച്ചാലും മദ്ഹ് പറയാൻ ആളുകൾ ഉണ്ടാകും. നല്ല മരണമായിരുന്നു ഒക്കെ വളരെ ഉഷാറായിട്ട് ആളുകൾ പറയുന്നുണ്ടാകും. പക്ഷെ അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ആ മയ്യത്ത് കട്ടിലിലേക്ക് മയ്യത്ത് കയറ്റി അവനെയും കൊണ്ട് പ്രിയപ്പെട്ടവർ യാത്ര തിരിച്ചാൽ ആ മയ്യത്താർ തട്ടഹസിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന അവസരങ്ങളെ തീർച്ചയായും ആ മരണത്തോടുകൂടി അതിൽ ഖേദിക്കുന്ന, വിരല് കടിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരല്പം ത്യാഗം സഹിക്കാൻ നമ്മൾ തയ്യാറായേ തീരൂ. സ്വഹാബാക്കൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ സത്യം മനസ്സിലാക്കിയത് മുതൽ പിന്നീടത് അറിയാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന ആഗ്രഹമാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ യമനിലേക്ക് പറഞ്ഞയക്കുകയാണ്. യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ കൈപിടിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞു,
ഇന്നക തഖ്ദമു അലാ ഖൗമി അഹ്ലിൽ കിതാബ് ഫല്യകുൻ അവ്വല മാ തദ്ഉഹും ഇബാദത്തുല്ലാഹ്. മുആദേ, യമനിലേക്ക് അഹ്ലി കിതാബിൻ്റെ അരികിലേക്കാണ് നിന്റെ യാത്ര. അവിടെ ചെന്ന് അള്ളാഹുവിനെ നീ പറഞ്ഞു കൊടുക്കണം മുആദേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൈപിടിച്ച് ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ സ്വഹാബിയ. അദ്ദേഹം യമനിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലഅല്ലക തമുറു ബൈന ഖബരി. മുആദേ, യമനിലെ ദഅവത്ത് കഴിഞ്ഞ് നീ തിരിച്ചു വരുമ്പോൾ ഈ മുഹമ്മദിൻ്റെ ഖബറിനരികിലൂടെയായിരിക്കും വരിക. അഥവാ ദഅവത്ത് കഴിഞ്ഞ് യമനെന്ന് തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ മരണപ്പെട്ടിട്ടുണ്ടാകും. സഹോദരന്മാരെ, ആ ഒരു വൈകാരികത പറഞ്ഞറിയിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ് നമ്മൾ. പ്രവാചകന്റെ ചുവന്നു തുടിക്കുന്ന തൂവെള്ളമേനി കാണാൻ റബ്ബ് നമുക്ക് അവസരം നൽകിയിട്ടില്ല. ഒരു കുന്നിറങ്ങുന്ന രൂപത്തിൽ നടക്കുന്ന ഒത്ത താടിയുള്ള ആകാശത്ത് പൗർണമി പൂത്തുലഞ്ഞു നിൽക്കുമ്പോൾ അതിനെ ചൂണ്ടിയിട്ടാണ് സഹാബാക്കൾ പറയുന്നത്, അതിനേക്കാൾ സുന്ദരമായിരുന്നു ഞങ്ങളുടെ റസൂൽ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കാണാൻ റബ്ബ് നമുക്ക് അവസരം നൽകിയിട്ടില്ല. സഹാബാക്കൾ അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുഹബത്തിനു വേണ്ടി. ആ സ്വഹാബിയോടാണ് പറയുന്നത്, മുഹാദേ, ഇനി കാണൂലട്ടോ, ഇത് അവസാനത്തെ കാഴ്ചയാണ്. റസൂലിനോടുള്ള സ്നേഹം മനസ്സിലാക്കണമെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് വരണം. ഉഹുദിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങകലെ ഒറ്റപ്പെട്ടത് കണ്ടപ്പോൾ നേരെ ചെന്ന് നെഞ്ച് വിരിച്ചു മുന്നിൽ നിൽക്കാൻ മഹാനായ ത്വൽഹാ റളിയല്ലാഹു തആല. ശരീരത്തിൽ 80ഓളം അമ്പ് തറച്ച് കയറി. സഹോദരന്മാരെ, ശരീരത്തിലൊരു കത്തി തട്ടിയാൽ എത്ര വേദന ഉണ്ടാകും? തലയിലേക്ക് അമ്പ് തറച്ച് കയറുമ്പോൾ ശരീരത്തിൽ വേദന ഉണ്ടാകൂലേ? നെഞ്ചകങ്ങളിലേക്ക് അമ്പ് തറച്ച് കയറുമ്പോൾ വേദന ഉണ്ടാകൂലേ? ഓരോ അമ്പ് തറച്ച് കയറുമ്പോഴും ഒന്നും മാറാൻ പോലും അവർ തയ്യാറല്ല. ഞാനൊന്ന് മാറിയാൽ, ഞാനൊന്ന് കുനിഞ്ഞാൽ എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ തറക്കും. അതാണ് സ്വഹാബാക്കളെ സ്നേഹം. അല്ലാൻ്റെ റസൂൽ എന്താ പറഞ്ഞു? ഞാൻ എവിടേക്ക് നോക്കിയാലും ഉമ്മു അമ്മാറ എന്ന ഒരു പെണ്ണായിരുന്നു. ചില പുരുഷന്മാർ പിന്തിരിഞ്ഞപ്പോൾ ഇനി ഞാൻ നിൽക്കേണ്ടത് ഇവിടെയല്ല എന്ന് തിരിച്ചറിഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടി മഹദി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പിരിഞ്ഞു നിൽക്കാൻ ഒരു സമയം പോലും അവർക്ക് കഴിയൂല. പ്രവാചകൻ ഉഹുദിൽ വഫാത്തായി എന്ന് പറഞ്ഞപ്പോൾ ചിലർ വാള് താഴെ ഇട്ടു. അള്ളാഹിൻ്റെ റസൂൽ വഫാത്തായെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ ഭൂമിയിലില്ല, ഞങ്ങളും മരിക്കണം. അതാണ് സ്വഹാബാക്കളുടെ ഈമാൻ. മഹാനായ സ്വഹാബിയെ പിടിച്ചിട്ടാണ് റസൂൽ പറയുന്നത്, അതെ, യമനിലേക്ക് ചെന്ന് തിരിച്ചു വരുമ്പോൾ മുഹമ്മദ് ഖബറിലായിരിക്കും. ഇനി ഒരിക്കൽ കൂടി പരസ്പരം കാണാൻ എൻ്റെ കീഴിലിരുന്നു കൊണ്ട് ദീനു പഠിക്കാൻ കഴിയില്ല മുആദേ. അള്ളാഹിൻ്റെ റസൂലിനെ ചുംബിച്ച് നിറമിടികളോടുകൂടി അവസാനത്തെ ചുംബനവും നൽകി യമനിലേക്ക് യാത്ര തിരിച്ചു മഹാനായ സ്വഹാബി. എന്തിനു വേണ്ടി സഹോദരന്മാരെ? ഈ ആദർശമറിയാത്ത, അല്ലാഹു തആലയെ അറിയാത്ത ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന ആത്മാർത്ഥമായ ഗുണകാംക്ഷ. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വഫാത്തായിട്ടുണ്ട്. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല വഫാത്തായിട്ടുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ, 30 ചില്ലാനം വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ വഫാത്ത്. പോയത് ഏതു പ്രായത്തിലാണ്? യമനിലേക്ക് പോകുന്നത് മീശ മുളക്കാത്ത ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് മഹാനായ സ്വഹാബി യമനിലേക്ക് പോകുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, അവർക്ക് ന്യായങ്ങൾ പറയായിരുന്നു. റസൂലേ, വീടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, വീട്ടിൽ മക്കൾ ഒറ്റക്കാണ്, വീട്ടിൽ ഉമ്മ ഒറ്റക്കാണ്. ഓരോ കാരണങ്ങൾ പറഞ്ഞ്, ന്യായങ്ങൾ പറഞ്ഞ് ഈ ദീനിൻ്റെ ദഅവത്തിൽ നിന്നും ഈ അവസരങ്ങളിൽ നിന്നും മാറി നിൽക്കാമായിരുന്നു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾ ആത്മാർത്ഥമായി
തങ്ങൾ മനസ്സിലാക്കിയ ആദർശവുമായി ജീവിച്ചു. അത് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു അവർ. അതുകൊണ്ട് എനിക്ക് ആത്മാർത്ഥമായി പറയാനുള്ള സഹോദരന്മാരെ, ഒരിക്കലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും നിസ്സാരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനി രംഗത്തുനിന്ന് മാറി നിൽക്കേണ്ടവരല്ല നമ്മൾ. നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ സ്വർഗമായിരിക്കണം. ആ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരിവെക്കാനുള്ള ഇടമെങ്കിലും നേടുന്നത് വരെ വിശ്രമിക്കാൻ നമ്മൾ ഒരുക്കമല്ല. നമ്മുടെ വിശ്രമം ഖബറിലാണെന്ന് തീരുമാനിക്കണം. വിശ്രമം ഖബറിലാണ്. ആ ഖബറിലേക്ക് വെക്കുന്നതുവരെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികളുമായി ഈ ലോകത്ത് നിന്ന് യാത്ര തിരിക്കാൻ കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ, മഹാനായ ഉമർ റളിയല്ലാഹു തആല മറ്റൊരു സ്വഹാബിന്റെ കൂടെ ഇരിക്കുമ്പോൾ കരയാം. സ്വഹാബി ചോദിക്കാണ്, ഉമർ എന്തിനു വേണ്ടിയിട്ടാണ് കരയുന്നത്? അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്നറിയോ? അള്ളാന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള ഇടമെങ്കിലും ഉമറിന് കിട്ടുമോ? പടച്ചോന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള ഇടമെങ്കിലും ഉമറിന് ലഭിക്കുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞത്, ഉമറെ, നിന്റെ കൊട്ടാരം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ഉമർ, താങ്കളുടെ കൊട്ടാരം ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. ഞാൻ അതിലേക്ക് കാലെടുത്തു വെച്ചാൽ താങ്കൾക്ക് എന്നോടൊരു ഈറത്തുണ്ടാകുമോ, ഒരു ദേഷ്യം ഉണ്ടാകുമെന്ന് കരുതി ഉമർ ഞാൻ എൻ്റെ കാല് പിറകോട്ട് വലിച്ചു. അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങയോട് ഞാൻ കോപിക്കുകയോ അങ്ങയോട് ഞാൻ ദേഷ്യം കാണിക്കുകയോ എന്ന് ചോദിച്ച് ചെറിയ കുഞ്ഞിനെ പോലെ കരയുന്ന മഹാനായ സ്വഹാബിയുടെ ചോദ്യമാണ്, എനിക്ക് അല്ലാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരിവെക്കാനുള്ള ഇടമെങ്കിലും ലഭിക്കുമോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സഹോദരന്മാരെ നമുക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മൾക്കൊരു പ്രതീക്ഷയിലാണ് അല്ലേ? കുറേ കാലത്തെ കണക്കും സർവീസും നമുക്ക് പറയാനുണ്ട്. ആ നിസ്കാരം നോമ്പും ആ കുറേ കർമ്മങ്ങളും കൊണ്ട് അള്ളാന്റെ സ്വർഗത്തിലേക്ക് എത്താമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ, മഹാനായ ഇബ്നു മുലൈക്ക അറിയപ്പെടുന്ന താബി പണ്ഡിതൻ പറയുകയാണ്, അദ്റക്തു സലാസൂന സ്വഹാബൻ, 30ഓളം സ്വഹാബാക്കളെ ഞാൻ കണ്ടു. കുല്ലുഹും യഖാഫു അനിൻ നിഫാഖ്, ആ 30 ആളുകളും മുനാഫിക്കീങ്ങളാണോ എന്ന് പേടിച്ചവരാണ്. 30 സ്വഹാബാക്കളെ പരിചയപ്പെട്ടതിൽ മുനാഫിക്കുകളാണോ എന്ന് പേടിച്ചവരായിരുന്നു അവർ. ഒന്നാമതായിട്ട് മഹാനായ താബി പണ്ഡിതൻ പറഞ്ഞ പേര് നമ്മുടെ ഉമ്മ മഹദി ആയിഷ റളിയല്ലാഹു തആലയുടെ പേരാണ്. ആ പറഞ്ഞ പേരുകളുടെ കൂട്ടത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലയുടെ പേരുണ്ട്. ഇബ്നു ഉമർ മുത്തബിഉസ് സുന്ന എന്ന് ചരിത്രം വിളിച്ച സ്വഹാബിയുടെ പേരുണ്ട്. സഹോദരന്മാരെ, ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അവരൊന്നൊരു പ്രതീക്ഷയിൽ മരിച്ചാൽ മതി സ്വർഗത്തിലേക്ക് എത്താം എന്നൊരു ധാരണയിലല്ല ജീവിച്ചിട്ടുള്ളത്. മഹദി ആയിഷ ബീവി മരണാസന്നമായി കിടക്കുന്ന സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഉമ്മ, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. കാരണം നിങ്ങളെപ്പറ്റി ഒരു ആരോപണം പറഞ്ഞപ്പോൾ അല്ലാഹു തആല ജിബ്രീലിനെ പറഞ്ഞയച്ചുകൊണ്ട് തിരുത്തി. ഞങ്ങളുടെ ഉമ്മ ത്വയ്യിബത്താണ് എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയത് അല്ലാഹു തആലയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ത്വയ്യിബല്ലാത്തത് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് അബ്ശിരിയ ഉമ്മി, എൻ്റെ ഉമ്മ സന്തോഷിക്കുക, സ്വർഗമല്ലാതെ മറ്റെന്താണ് നിങ്ങൾക്കുള്ളത്? മഹദി ആയിഷ ബീവിയോടാണ്, നമ്മുടെ ഉമ്മയോടാണ് പറയുന്നത്, ഉമ്മ സന്തോഷിക്കുക, സ്വർഗമല്ലാതെ മറ്റെന്താണുള്ളത്? മഹദി ആയിഷ ബീവിയുടെ മുഖം ചുവന്നു. ദഅനി ഇബ്നു അബ്ബാസ്, അബ്ബാസിന്റെ മകനെ, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ആരെങ്കിലും മദ്ഹ് പറയുമ്പോൾ നിങ്ങളാണ് ഇവിടെ പ്രവർത്തനം തുടങ്ങിയത്, നിങ്ങളില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കൂല എന്ന് പറയുമ്പോൾ ഒക്കെ ശരിയാണ്, ഞാൻ മാത്രം ഇവിടെ സജീവ്, ബാക്കിയുള്ളവരൊക്കെ മോശമാണ് തോന്നേണ്ടതില്ല. മദ്ഹ് പറഞ്ഞപ്പോൾ ഇരുത്തിങ്ങനെ പൊക്കല് തുടങ്ങിയപ്പോൾ മുഖം ചുവന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ഞാൻ ആലോചിക്കുന്നത്, മറിയം ബീവി പ്രസവേദന സഹിക്കാൻ കഴിയാതെ ഈത്തപ്പന മരച്ചുവട്ടിൽ വന്ന് പറഞ്ഞ ചില വാക്കുകളുണ്ട്. യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുൻതു നസിയം മൻസിയ. ആരാരും അറിയപ്പെടാത്തവളായി, പാടെ വിസ്മരിക്കപ്പെട്ടവളായി ഞാൻ മരണപ്പെട്ടു പോയിരുന്നുവെങ്കിൽ. ആയിഷ പടച്ചോന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും ഈ ആയുസ്സിനു മുഴുവൻ, ഈ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് മുഴുവൻ, ഇത്രയും കാലത്തെ ആയുസ്സിന് പടച്ചോന്റെ മുന്നിൽ ഞാൻ മറുപടി പറയേണ്ടി വരും.
അതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അല്ലാതെ പ്രതീക്ഷയോടുകൂടി മരണപ്പെടുന്നതോടുകൂടി സ്വർഗത്തിലേക്ക് എത്താമെന്ന ഒരു ധാരണയിലല്ല ഞാൻ. അതുകൊണ്ട് സഹോദരന്മാരെ, ആത്മാർത്ഥമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അങ്ങനെ വല്ല പ്രതീക്ഷയിലുമാണ് നമ്മൾ ഉള്ളത് എങ്കിൽ, ഒരുപാടായിട്ടുണ്ട്, ആവശ്യത്തിനൊക്കെ തികഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ, അത് പിശാച് നമ്മളെ കൊണ്ട് കളിപ്പിക്കുകയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. പലപ്പോഴും പലതും കാണാൻ നമ്മൾ കൊതിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് പിറന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ആ കുട്ടിയെ കാണുന്നതിന് വേണ്ടിയുള്ള സമയങ്ങൾ തള്ളി നീക്കിയത് നമുക്കറിയാം. ഉപ്പ വിദേശത്ത് പോയി തിരിച്ചു വരുന്നതും കാത്ത്, ഉപ്പയെ കാണുന്നതിന് വേണ്ടി മണിക്കൂറുകളോളം കാത്തു നിൽക്കുമ്പോൾ ആ കാണലിൻ്റെ അർത്ഥവും തലങ്ങളും തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. പലരെയും പലവട്ടം കാണാൻ നമ്മൾ കൊതിച്ചിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മുടെ റബ്ബിനെ കാണാൻ നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് വെള്ളം നൽകിയ, എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ചെയ്തു തന്ന നമ്മുടെ റബ്ബിനെ കാണാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കൊതിച്ചിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളിരിക്കുന്ന സദസ്സിൽ പറയുകയാണ്, ഇന്നക്കും സതറൗന റബ്ബക്കും, തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുക തന്നെ ചെയ്യും. ആകാശത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രനെ ചൂണ്ടിയിട്ട് പറയുകയാണ്, ഇന്ന് നിങ്ങൾ ചന്ദ്രനെ കാണുന്ന രൂപത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ കാണും. സഹോദരന്മാരെ, ആത്മാർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അള്ളാഹുവിനെ ഓർത്ത് കരയുക എന്ന് പറഞ്ഞാൽ അത് പരലോകത്തെ ആലോചിച്ചുള്ള കരച്ചിലല്ല. അള്ളാഹുവിനെ ആലോചിച്ച് കരയുക എന്ന് പറഞ്ഞാൽ അത് മരണത്തെ ആലോചിച്ചുകൊണ്ടുള്ള കരച്ചിലല്ല. എൻ്റെ ഖബറും ആ ജീവിതവും അതാലോചിച്ചുകൊണ്ടുള്ള കരച്ചിലല്ല. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ റബ്ബിനെ കാണുന്നൊരു ദിവസമുണ്ട്. ബിഗൈരി ഹാത്തത്തിൻ വലാ കൈഫിയ, ഒരു മറയുമില്ലാതെ നമ്മളെ പടച്ച റബ്ബിനെ നമ്മൾ കാണുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഒരിറ്റ് കണ്ണുനീരെങ്ങാനും നമ്മുടെ കണ്ണിൽ നിന്ന് വന്നാൽ ആ കണ്ണിന് നരകം നിഷിദ്ധം. മരണപ്പെട്ട് കഴിഞ്ഞ് വിചാരണയുടെ ദിവസങ്ങളിൽ അല്ലാഹു തആല പറയും, അല്ലല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചവരോട് പറയും, ആരാണോ വിളിച്ചത് അവരരികിലേക്ക് പോയിക്കോളി. മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചവർ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ മുന്നിൽ ചെന്ന് കൈ നീട്ടി നിൽക്കും. ബദരീങ്ങളെ വിളിച്ചവരെ ബദരീങ്ങളെ മുന്നിൽ ചെന്ന് കൈ നീട്ടി നിൽക്കും. അള്ളാഹുവിൽ പങ്കു ചേർത്തവർ നരകത്തിലേക്ക് എറിയപ്പെടും. പിന്നീട് മുവഹിദുകളായ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ സിറാത്തു പാലത്തിലൂടെ യാത്ര തിരിക്കും. അതിനുശേഷം അല്ലാഹു തആലയെ കണ്ടുമുട്ടുന്നൊരു ദിവസമുണ്ട്. സ്വർഗം ലഭിച്ചതിന് ശേഷം സ്വർഗത്തിൻ്റെ ആളുകളോട് ചോദിക്കും, ഇനി വല്ലതും വേണോ? അവർ പറയും, പടച്ചോനെ, ഇനി ഇതിനേക്കാൾ മസീദ്, ഇതിനേക്കാൾ അധികരിച്ചത് ഞങ്ങൾക്ക് എന്ത് ലഭിക്കാൻ? അല്ലാഹു തആല പറയുമെന്നാണ്, ഇനിയാണ് നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം, ഒരു മറയുമില്ലാതെ മുനാഫിക്കീങ്ങളെ മാറ്റി നിർത്തുന്ന ദിവസത്തിൽ മറകളില്ലാതെ റഹ്മാനായ റബ്ബിനെ നമ്മൾ കണ്ടുമുട്ടും. സഹോദരന്മാരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉപ്പാനെ കാണാൻ കൊതിച്ചിട്ടുണ്ട്, ഉമ്മയെ കാണാൻ കൊതിച്ചിട്ടുണ്ട്. ഭർത്താവ് വിദേശത്തേക്ക് പോയപ്പോൾ പല തവണ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു തവണയൊന്നു കാണാൻ. പക്ഷെ നമ്മുടെ റബ്ബിനെ ഒന്നും കാണാൻ, നമുക്ക് വെള്ളം നൽകുന്ന, നമ്മളെ പടച്ച നമ്മുടെ റബ്ബിനെ ഒന്നു കാണാൻ നാം ആഗ്രഹിച്ചിട്ടുണ്ടോ? ആ ദിവസത്തെ ആലോചിച്ചുകൊണ്ട് ഒരിറ്റ് കണ്ണുനീര് പൊടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ സഹോദരന്മാരെ, ആ കണ്ണ് നരകം നിഷിദ്ധമാണ്. നാളെ പരലോകത്ത് എല്ലാവരും എത്താനുണ്ട്. അല്ലാഹു തആല പറയും, അനൽ മലിക്, ഇന്നേ ദിവസം ഞാനാണ് റബ്ബ്, ഞാനാണ് രാജാതിരാജൻ. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നേ ദിവസം ആരുടെ കൈകളിലാണ് ആധിപത്യം? ഇവിടെ
അഹങ്കാരത്തോടുകൂടി കിബറോടുകൂടി നടന്ന മനുഷ്യർ നാളെ പരലോകത്തെത്തുന്നുണ്ട്. സമ്പത്ത് കാരണത്താൽ പടച്ച റബ്ബിനെ മറന്നു ജീവിച്ചവൻ അല്ലാഹു തആല നമസ്കാരത്തിലേക്ക് വാ, വിജയത്തിലേക്ക് വാ എന്ന് വിളിക്കുമ്പോഴും പുതച്ചു മൂടി കിടന്നുറങ്ങിയവൻ നാളെ പരലോകത്തെത്തും. സ്വർഗത്തെയും നരകത്തെയും തമാശയാക്കിയവൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പരിഹസിച്ചവൻ പരലോകത്തെത്തുന്ന ദിവസത്തിൽ അള്ളാഹുവിന്റെ ചോദ്യം, ഐനൽ മുലൂക്കുൽ അർള്, ഭൂമിയിലെ രാജാക്കന്മാരെവിടെ? ഐനൽ ജബ്ബാറൂൻ, അഹങ്കരിച്ചവരെവിടെ? ഐനൽ മുതകബ്ബിറൂൻ, കിബർ നടിച്ച് നടന്നവരെവിടെ? ഇന്നേ ദിവസം എൻ്റെ കൈകളിലാണ് ആധിപത്യം. വിരല് കടിച്ചു നിൽക്കേണ്ടി വരും സഹോദരന്മാരെ, വിരല് കടിച്ചു നിൽക്കേണ്ടി വരും അള്ളാഹുവിന്റെ മുന്നിൽ. എല്ലാ അഹങ്കാരങ്ങളും എല്ലാ കിബറും കൈകൾ കൂപ്പി അള്ളാഹുവിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് സാധാരണക്കാരാവുക. നമുക്ക് കുറച്ച് ഇൽമുണ്ടാകുമ്പോൾ, കുറച്ച് സമ്പത്തുണ്ടാകുമ്പോൾ, കുറച്ച് അധികാരം വരുമ്പോൾ മതിമറക്കാൻ നിൽക്കേണ്ടതില്ല. സാധാരണക്കാരാവുക. സാധാരണക്കാർക്കൊരു പക്ഷേ നമ്മളെക്കാട്ടി നല്ല ഇൽമുണ്ടാകും, നല്ല തഖ്വ ഉണ്ടാകും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു യാത്രയിലാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തിൻ്റെ സമയമായി. ഒരു മരച്ചുവട്ടിലിരുന്ന് ഭക്ഷണപ്പൊരി തുറന്നു വെച്ച് ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഒരു ആട്ടിടയൻ്റെ ശബ്ദം കേട്ടു. മഹാനായ സ്വഹാബിക്കൊരു പ്രത്യേകതയുണ്ട്, എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു മിസ്കീനിൻ്റെ കൂടെ ഇരുന്നിട്ടേ കഴിക്കുള്ളൂ. ആട്ടിടയൻ്റെ അരികിലേക്ക് ചെന്നു വിളിച്ചു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന സുഹൃത്തെ, ഒരല്പസമയം നമുക്കൊന്നിച്ചിരിക്കാം, അല്പം ഭക്ഷണം കഴിക്കാം. ആട്ടിടയൻ്റെ മറുപടി, ഇബ്നു ഉമർ, ഞാനൊരു നോമ്പുകാരനാണ്. ഇബ്നു ഉമർ, ഞാനൊരു നോമ്പുകാരനാണ്. മഹാനായ സ്വഹാബി ഞെട്ടിത്തരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഒരുപാട് നേരം ഞാൻ യാത്ര ചെയ്തു, ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് ബോധം നഷ്ടപ്പെട്ട് താഴെ വീണാൽ, ഒരല്പം വെള്ളത്തിന് വേണ്ടി ദാഹിച്ചാൽ ഒരിറ്റു വെള്ളം നൽകാൻ പോലും ഒരു മനുഷ്യനും ഇവിടെ ഇല്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും പ്രയാസപ്പെട്ട് നോമ്പ് നോൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ആ സാധാരണക്കാരന്റെ മറുപടി, ഇബ്നു ഉമർ, ഒരു രോഗം വരാനുണ്ട്. വസ്ത്രം ധരിക്കാതെ, ചെരുപ്പ് ധരിക്കാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാതെ അള്ളാഹുവിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരു ദിവസം, തലയുടെ മുന്നിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന അന്ന്, ഈ ദുനിയാവിലെ ചൂടിനേക്കാൾ പ്രയാസകരമാണ് ഇബ്നു ഉമർ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കത്തിയാളുന്ന നരകത്തിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടും. തകാദു തമയ്യസു മിനൽ ഗൈൽ, ഉഗ്രകോപം നിമിത്തം സ്വയം പൊട്ടിത്തെറിക്കുന്ന നരകം മനുഷ്യരെ കാർന്നു തിന്നുന്നതിനു വേണ്ടി ആർത്തലച്ചുകൊണ്ടിരിക്കുന്ന കറുകറുത്ത നരകത്തിന്റെ മുന്നിൽ മുഴുവൻ മനുഷ്യരുമെത്തും. ആ നരകത്തിന്റെ ചൂട് ഈ ദുനിയാവിലെ ചൂടിനേക്കാൾ പ്രയാസകരമാണ് ഇബ്നു ഉമർ. അവിടെ ഒന്ന് കഴിച്ചിലാകണം, അവിടെ ഒന്ന് രക്ഷപ്പെടണം. ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണക്കാരാകാൻ നമുക്ക് സാധിക്കണം. ആ സാധാരണക്കാരൻ്റെ ഒരു തഖ്വയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സല്ലാം ജൂതഗോത്രത്തിൻ്റെ നേതാവാണ്. അറിയപ്പെടുന്ന, അല്ലാഹു തആല ഒരുപാട് ഇൽമ് നൽകിയ, അധികാരം നൽകിയ, സമ്പത്ത് നൽകിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ പ്രവാചകനെ സ്വീകരിച്ച ജൂതഗോത്രത്തിൻ്റെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ഒരു വിറക് ചുമന്ന് മദീന പട്ടണത്തിലൂടെ ഇങ്ങനെ നടന്നു പോകാണ്. സ്വഹാബാക്കൾ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കാണ്, ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു സല്ലാം, താങ്കൾക്ക് അല്ലാഹു തആല ഇൽമ് നൽകിയിട്ടുണ്ട്, താങ്കൾക്ക് അല്ലാഹു തആല അധികാരം നൽകിയിട്ടുണ്ട്, താങ്കൾക്ക് അല്ലാഹു തആല സമ്പത്ത് നൽകിയിട്ടുണ്ട്, വിറക് ചുമന്നൊരു സാധാരണക്കാരനെ പോലെ താങ്കൾ പോവുകയാണോ? അദ്ദേഹത്തിൻ്റെ മറുപടി, ഇൽമിൻ്റെ കൂടെ കിബർ വരും. കുറച്ചൊരു കിതാബ് വായിക്കാൻ തുടങ്ങിയാൽ, 4 സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ തുടങ്ങി, പിന്നെ ഓൻ്റെ പണി ബാക്കിയുള്ളവരിട്ട് മുഴുവൻ തർക്കിക്കലാവും. പിന്നെ ഇൽമില്ലാത്ത പാവപ്പെട്ട മനുഷ്യരെ ഇരുത്തിയിട്ട് അവരോട് തർക്കിക്കലും ഓൻ്റെ ഇൽമു വിളമ്പലായിരിക്കും പിന്നെ ഓൻ്റെ പണി. ഇൽമിൻ്റെ കൂടെ പിശാച് കിബറിനെ കൊണ്ടുവരും, സമ്പത്തിൻ്റെ കൂടെ കിബർ വരും. ട്രെയിനിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പാവപ്പെട്ട മറ്റൊരു സംസ്ഥാനത്തുള്ള മുസ്ലിമായ
താടിയുണ്ട്, നിരണ്ട മുകളിൽ വസ്ത്രമുണ്ട്, പക്ഷെ നമ്മളെക്കാട്ടിയും കുറച്ച് പൈസ കുറഞ്ഞു പോയ ഒരു പാവപ്പെട്ട മനുഷ്യൻ അടുത്ത് വന്നിരുന്ന് കഴിഞ്ഞാൽ മനസ്സിലൊരു അടങ്ങാറാണ്. സൊഫ് നിൽക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ അരികിൽ നിൽക്കുമ്പോൾ അറിയാതെ കാലൊന്ന് വലിച്ചു പോവുകയാണ്. സമ്പത്തിന്റെ കൂടെ പിശാചി കിബിറിനെ കൊണ്ടുവരും, അധികാരത്തിന്റെ കൂടെ പിശാചി കിബിറിനെ കൊണ്ടുവരും. ഇന്നി അറത്തു അന്നദുഫഹ ബിഹിൽ കിബർ, എൻ്റെ കിബിറിനെ ഒന്ന് ചികിത്സിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആത്മാർത്ഥമായി സൂചിപ്പിക്കാനുള്ളത്, അള്ളാഹുവിന് ചില ആളുകളെ വലിയ ഇഷ്ടമാണ്. മസാക്കീൻ, ദുനിയാവിൽ മിസ്കീനുകളാണവൻ. പക്ഷേ മുലൂക്കുൽ അർള്, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അരികിൽ രാജാക്കന്മാരാണ് അത്തരം ആളുകൾ. പടച്ചോന്റെ അരികിലെ രാജാക്കന്മാർ. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേകത പറഞ്ഞത്? ഒരു സദസ്സിലൊരു അഭിപ്രായം പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യൂല, ഒരേ വാക്കിനൊരു വിലയില്ല, അവരാർക്കും ആവശ്യമില്ല. ദുനിയാവിലെ മിസ്കീനുകളാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ അരികിൽ അവൻ്റെ വാക്കിന് വിലയുണ്ട്, അത്തരം ആളുകൾക്ക് സ്ഥാനമുണ്ട്. അതുകൊണ്ട് ഒരാളെയും നിസ്സാരാക്കാൻ നിൽക്കണ്ട, ഒരാളെയും പരിഹസിക്കേണ്ട ആവശ്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു, നമുക്കൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരാളെ തെറ്റ് തിരുത്തുന്നിടത്ത് പോലും ഗുണകാംക്ഷ നഷ്ടപ്പെടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റം നമ്മൾ ആലോചിക്കണം. പ്രവാചകന്റെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ കറന്ന് പാല് മുഴുവൻ കൊടുത്തു. അയാൾ വലിച്ചു കുടിച്ച് ചീറിയൊക്കെ തുടച്ചിട്ട് പറയാണ്, മുഹമ്മദ് ഉഷാറായിട്ടുണ്ട്, ആ മുസ്ലിമായ മനുഷ്യനാണ്, അടുത്തത് പോരട്ടെ എന്നാണ്. രണ്ടാമത്തെ ആടിനെ കറന്നു, ആ പാലും കൊടുത്തു, അതും കുടിച്ചു. ഒരു കാഫിറായ ചിരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഇടങ്ങേറാക്കണം, അതൊന്നുമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ആടിനെ കറന്നു, നാലാമത്തതും കൂടി കിട്ടിയാൽ കുഴപ്പമില്ല എന്നായപ്പോൾ നാലാമത്തെ ആടിനെയും കറന്നു. 5നുള്ള ഗ്യാപ്പും കൂടി ഉണ്ടെന്നായപ്പോൾ 5ാമത്തെ ആടിനെ കറന്നു. 7 ആടിൻ്റെ പാല് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കറന്ന് ആ മനുഷ്യന് കൊടുത്തു. ഉപ്പരൊക്കെ കുടിച്ച് ചീറിയൊക്കെ തുടച്ച് മുഹമ്മദെ ഉഷാറായിട്ടുണ്ട്, ഇനി ഒന്ന് ഉറങ്ങണം എന്നാണ്. നമ്മളെ വീട്ടിലൊരാൾ വന്നിട്ട് ചെമ്പൊക്കെ തുടച്ചിട്ട് ഉഷാറായി അടുത്ത ചെമ്പ് പോരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, അടച്ച് പള്ള വാടകയ്ക്ക് എടുത്ത് വന്നാണ്. സാമാന്യ കോമൺ സെൻസ് വേണ്ടേ? ആ രൂപത്തിലാണ് നമ്മളെ പ്രതികരണം. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ച് ആ മനുഷ്യനോട് പെരുമാറി രാത്രി ഉറങ്ങാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേറ്റിട്ട് പറയാണ്, മുഹമ്മദ് നബിയെ, നിങ്ങളെ പെരുമാറ്റം ഞാൻ കണ്ടു, പെരുമാറ്റം കണ്ടു നബിയെ. ഇസ്ലാം സ്വീകരിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. രാവിലത്തെ ഭക്ഷണം കൊടുക്കണം, ഇന്നലത്തെ കപ്പാസിറ്റി കണ്ടതാണ്. 7 ആടിനെ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 1ാമത്തെ ആടിനെ കറന്നു, പാല് കൊടുത്തു, മൂപ്പര് കുടിച്ചു. 2ാമത്തെ ആടിനെ കറന്നു കൊടുത്തപ്പോൾ നബിയെ വയറ് നിറഞ്ഞിട്ടുണ്ട്. സ്വഹാബാക്കൾ ഇങ്ങനെ നോക്കാണ്, പടച്ചോനെ അതേ തല അതേ കോല, ആള് മാറിയോ? ഇന്നലെ 7 ആടിൻ്റെ പാല് കുടിച്ച മനുഷ്യൻ ഇന്നൊരു ആടിൻ്റെ പാല് കുടിച്ചപ്പോൾ വയറ് നിറയെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, കാഫിർ 7 കുടലിൽ ഭക്ഷിക്കും, മുഅ്മിനായ മനുഷ്യന് ഒരു കുടൽ മതിയാകും. നമ്മളെ കുടലൊക്കെ ആരുതാന്ന് നമ്മൾ പരിശോധിക്കണം. ഞാൻ പറഞ്ഞു വന്നത് പ്രവാചകന്റെ പെരുമാറ്റം കണ്ട് ഇസ്ലാമിലേക്ക് വരികയാണ്. സഹാബിനെ വിളിച്ചിട്ട് എന്താ പറയുന്നത്? നിഅമർ റജുൽ അബ്ദുള്ള, അബ്ദുള്ള എത്ര നല്ല മനുഷ്യൻ. ആ രാത്രി നിസ്കാരം കൂടി ഉണ്ടെങ്കിൽ. സംസാരത്തിന്റെ രീതി നോക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. ആ രാത്രി നമസ്കാരം കൂടി നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എത്ര ഉഷാറായിരുന്നു. സ്വഹാബിയാണ്. എന്നിട്ട് രാത്രി നിസ്കരിക്കാതെ കിടന്നുറങ്ങാണെന്നല്ല നമ്മൾ പറയല. എന്താണെന്നറിയോ? ഓൻ്റെ നാവ് പറ്റ മോശം, വെറുതെ കുറെ താടിയും വെച്ച് ഞെരാൻ്റെ മുകളിൽ പാൻറ്റും എടുത്ത് എന്ത് കാര്യമുണ്ട്? അതുകൊണ്ട് ആ സംസാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ശൈലിയിലേക്ക് നമുക്കൊന്ന് മാറ്റിക്കൂടെ? പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് താടി നീട്ടി വളർത്തിയിട്ടുണ്ട്. പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് വസ്ത്രം ഞെരിയാണ്ടിന് മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. അതേ രൂപത്തിൽ ആ നാവ് കൂടി ഒന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പാഠം ഈ രൂപത്തിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഒരു വാക്കോ നമ്മുടെ ഒരു പ്രവൃത്തിയോ ഒന്നും നാളെ പരലോകത്ത് നമുക്ക് നഷ്ടമായി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. എന്തെങ്കിലും വന്നു പോയിട്ടുണ്ട് എങ്കിൽ സഹോദരന്മാരെ, അത് തിരുത്താൻ നമുക്ക് സാധിക്കണം. ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വരാണ് മഹാനായ മാഇസ് റളിയല്ലാഹു തആല അൻഹു. വന്നിട്ട് പറയാണ്, റസൂലേ വ്യഭിചരിച്ചിട്ടുണ്ട്.
വ്യഭിചരിച്ചു പോയിട്ടുണ്ട് റസൂലെ, ശിക്ഷ നടപ്പിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞിരുന്നു എന്നാണ് ഹദീസിൽ. തിരിഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയില്ല. പക്ഷെ അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ കൈകൂപ്പി പറയാണ്, റസൂലെ സംഭവിച്ചു പോയി, ശിക്ഷ നടപ്പിലാക്കിയേ തീരൂ. ആരോടും പറയാതെ മിണ്ടാതിരിക്കാൻ ഒരാളും അറിഞ്ഞിട്ടില്ലല്ലോ. ആരും സാക്ഷി വന്ന് റസൂലിന്റെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടില്ല, ഒരാളും അറിയാനും പോണില്ല. പക്ഷെ ഒരു ദിവസം വരാനുണ്ട്, ഒരു ദിവസം വരാനുണ്ട്. അന്ന് നഖ്തിമു അലാ അഫ്വാഹിഹിം, നമ്മുടെ നാവിന് സീല് വെക്കും. ഇവിടെ നാവുകൊണ്ട് എത്ര വലിയ തോന്നിയാസം ചെയ്താലും ഞാനല്ലത് ചെയ്തത് നമുക്ക് പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റും. നാവിന് എല്ലില്ലാത്തതുകൊണ്ട് നല്ല സൗകര്യമാണ്. എന്ത് തോന്നിവാസം ചെയ്താലും നമ്മൾ ന്യായീകരിച്ച് സമർത്ഥമായി രക്ഷപ്പെടും. പക്ഷെ അല്ലാഹു തആല നാവിന് സീല് വെക്കും. വതുകല്ലിമുനാ അയ്ദീഹിം, കൈകൾ സംസാരിക്കും. പടച്ചോനെ, ഇന്ന ദിവസം ഇന്ന സമയം അവൻ ചെയ്തിട്ടുണ്ട്, കൈകൾ സംസാരിക്കും. ഭൂമി അതിൻ്റെ വർത്തമാനം പറയുന്ന, നമ്മളെ റൂമും നമ്മുടെ ബാത്റൂമും നമ്മൾ കിടന്ന ബെഡ്റൂമും ക്ലാസ് കഴിഞ്ഞ് നമ്മൾ വന്ന വഴിയോരങ്ങളും സംസാരിക്കും അള്ളാഹുവിന്റെ മുന്നിൽ. പടച്ച റബ്ബേ, ഞാൻ അതിന് സാക്ഷിയാണ്. മുഴുവൻ മനുഷ്യരുടെയും മുന്നിൽ നമ്മുടെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും. അതുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറയണം, റസൂലെ ശിക്ഷ നടപ്പിലാക്കിയേ തീരൂ. റസൂൽ സ്വഹാബാക്കളോട് ചോദിക്കാണ്, മായിസ് കള്ളു കുടിച്ചിട്ടുണ്ടോ? കള്ളു കുടിച്ചിട്ട് സംസാരിക്കാണോ? സ്വഹാബാക്കൾ പറഞ്ഞു, അല്ല റസൂലെ, പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ സംസാരം. മായിസ, നീ ചുംബിച്ചിട്ടേ ഉള്ളൂ, തിരിച്ചുപോ. പക്ഷെ പ്രവാചകന്റെ മുന്നിൽ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ കരഞ്ഞുകൊണ്ട് പറയുന്നു, റസൂലെ ശിക്ഷ നടപ്പിലാക്കണം. ശിക്ഷ നടപ്പിലാക്കി. ആരാ പെണ്ണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. വ്യഭിചരിച്ചൊരാണുണ്ടെങ്കിൽ ഒരു പെണ്ണുണ്ടാകല്ലോ, ആരാണ് അവൾ? റസൂൽ ചോദിച്ചിട്ടില്ല. റസൂലിനെ അറിയാം, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളെ. കുറച്ച് കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വരുന്നുണ്ട്. റസൂലെ, ഞാനാണ് ആ പെണ്ണ്. മൈസ് റളിയല്ലാഹു തആല ശിക്ഷ നടപ്പിലാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രക്തം ഒരു സ്വഹാബിയുടെ വസ്ത്രത്തിലേക്ക് തെറിച്ചപ്പോ, മുഖം ചുവന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദേഹത്തെ പറ്റി നിങ്ങളൊന്നും പറഞ്ഞു പോകരുത്. അറിയാതൊരു പദപ്രയോഗം വന്നുപോയി. എൻ്റെ മായിസിനെ പറ്റി പറയല്ലേ നിങ്ങൾ. അദ്ദേഹത്തിന്റെ തൗബ വീതിച്ചു നൽകിയാൽ ഭൂമിയിലുള്ളവർക്ക് മതിയാവുകയില്ല. അത്രയും ഉന്നതമായ തൗബയാണ് എൻ്റെ മായിസിന്റെ തൗബ. ആ സ്വഹാബ വനിത വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചയച്ചു, പ്രസവം കഴിഞ്ഞിട്ട് വാ. എന്നാ പോകുമ്പോൾ രണ്ടാൾക്കാർ കാവല് നിൽക്കണം. ഓള് വ്യഭിചരിച്ച പെണ്ണാണ്, ചിലപ്പോൾ നാട് വിടാൻ സാധ്യതയുണ്ട്. ഒന്നുമില്ല, പറഞ്ഞയച്ചു. പ്രസവം കഴിഞ്ഞ് ചോര പൈതലുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലെത്തി. റസൂലെ, പറഞ്ഞ സമയം കഴിഞ്ഞിട്ടുണ്ട്, ശിക്ഷ നടപ്പിലാക്കണം. റസൂൽ വീണ്ടും തിരിച്ചയക്കാണ്. കുഞ്ഞ് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ വാ. വീണ്ടും തിരിച്ചു ചെന്ന് പിന്നെ വരുമ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണുണ്ട്. ഇനി എൻ്റെ റസൂൽ എന്നെ തിരിച്ചയക്കരുത്, പറഞ്ഞ സമയം കഴിഞ്ഞിട്ടുണ്ട്, ശിക്ഷ നടപ്പിലാക്കണം. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. തെറ്റ് വന്നപ്പോൾ ജീവിതത്തിൽ അറിയാതെ ഒരു തോന്നിവാസത്തിലേക്ക് പോയപ്പോൾ നാളെ പരലോകം നഷ്ടപ്പെടുമെന്ന് പേടിച്ചു. സഹോദരന്മാരെ, എത്ര തോന്നിവാസങ്ങൾ ചെയ്ത് കറുകറുത്ത ഹൃദയമാണ് നമ്മുടേത്. അള്ളാഹിനോടൊന്ന് പറയാൻ മന്ത്രിന്റെയും പോലീസിന്റെയും മുന്നിലല്ല. എന്നോട് പ്രാർത്ഥിക്കുന്നവരെവിടെ? പാപമോചനം നൽകാമെന്ന് പറയുന്ന കാരുണ്യവാനായ റബ്ബിന്റെ മുന്നിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമുണ്ടോ? ആത്മാർത്ഥമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഈ സംഭവം 100ഓളം റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. 100ഓളം റിപ്പോർട്ടിൽ മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ട വിഷയം വന്നിട്ടുണ്ട്. പക്ഷെ 2 റിപ്പോർട്ടിൽ മാത്രമാണ് സ്വഹാബിന്റെ പേര് പറഞ്ഞത്. 2 റിപ്പോർട്ടിൽ മാത്രം. ഇമാം ബുഖാരി മുസ്ലിമും അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ 2 റിപ്പോർട്ടിൽ മാത്രമാണ് ഇന്ന സ്വഹാബിയാണ് അത് ചെയ്തതെന്ന് അവർ പറഞ്ഞത്. ഫതുഹുൽ ബാരിയിൽ ഈ വിഷയം ചർച്ച ചെയ്തതിന് ശേഷം മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി പറയുകയാണ്, മുഴുവൻ റിപ്പോർട്ടുകൾ പരിശോധിച്ചാലും ജുവൈന ഗോത്രക്കാരി എന്നല്ലാതെ മറ്റൊരു പേരും മറ്റൊരു അവരുമായി ബന്ധപ്പെട്ട ഇൽമും എനിക്ക് കിട്ടിയിട്ടില്ല. തൻ്റെ കൂട്ടുകാരനെ പറ്റി എല്ലാവരും കണ്ടു നിന്നൊരു കാര്യം പറയാൻ അവർ പേടിച്ചു. സഹോദരന്മാരെ,
ആത്മാർത്ഥമായി നാം ആലോചിക്കേണ്ടത്, അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുവാൻ നമുക്ക് സമയം ലഭിക്കുന്നുണ്ടോ? പടച്ച റബ്ബിലേക്ക് നമ്മൾ ചെയ്ത പാപങ്ങൾ, നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന തോന്നിവാസങ്ങൾ ഏറ്റുപറയുവാൻ നമുക്ക് സമയം ലഭിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി നാം ആലോചിക്കേണ്ടതാണ്. തീർച്ചയായും നാളെ പരലോകത്ത് നമ്മൾ ചെയ്ത കർമ്മങ്ങളും മുഴുവൻ കാര്യങ്ങളും അല്ലാഹു തആല കാണിക്കും. മഹാനായ ഹസനുൽ ബസരി പറഞ്ഞു, നീ ഒറ്റക്കാണെന്ന് പറയല്ലേ, ഒറ്റക്കാണെന്ന് പറയല്ലേ. വഹുവ മഅകും ഐനമാ കുൻതും, എവിടെയാണെങ്കിലും നിന്റെ കൂടെ നിന്റെ റബ്ബുണ്ട്. ആ പടച്ചോനില്ലാത്തൊരു സമയം നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് തന്നെ ആ റബ്ബിനെ പേടിച്ചുകൊണ്ടായിരിക്കണം മുഴുവൻ സമയവും നമ്മൾ ജീവിക്കേണ്ടത് എന്ന് ആത്മാർത്ഥമായി ഉണർത്തുകയാണ്. അതിശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് നമുക്ക്. മരണം വരെ അതിശക്തമായ പരീക്ഷണങ്ങൾ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചോദിക്കുകയാണ്, അഹസിബൻ നാസു അൻ യുത്രകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. മുഅ്മിനുകളായി എന്ന് പറയുന്നതോടുകൂടി പിന്നൊരു പരീക്ഷണവുമില്ല എന്നവർ കരുതിയോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. അവർക്ക് മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ആരാണ് സിദ്ദീഖുകൾ, ആരാണ് കദ്ദാബുകൾ എന്നറിയുന്നതിനു വേണ്ടി പരീക്ഷിക്കുക തന്നെ ചെയ്യുന്ന വിശ്വാസിയാണോ മരണം വരെ അതിശക്തമായ പരീക്ഷണം നേരിടേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ കണ്ട് വരുമ്പോൾ ഇട്ടെറിഞ്ഞ് പോവുകയാണെങ്കിൽ സഹോദരന്മാരെ നഷ്ടം നമുക്കാണ്. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്നറിയോ? ഈ ദീനിനു വേണ്ടി പണിയെടുക്കുന്നത് നമ്മുടെ ഔദാര്യം എന്ന് ആർക്കും തോന്നേണ്ടതില്ല. നമ്മൾ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ ഒരാൾ വിളിച്ച് വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത എന്തോ ഒരു വലിയ ഔദാര്യമാണ് നമുക്ക് തോന്നേണ്ടതില്ല. ഒരു 10 വീട്ടിലേക്ക് കയറി ലഘുലേഖ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ഇസ്ലാം ദീനിനു വേണ്ടി എന്തോ വലിയൊരു ഔദാര്യം ചെയ്തു എന്ന് തോന്നേണ്ടതില്ല. വമൻ യശ്കുർ ഫഇന്നമാ യശ്കുർ ലിനഫ്സിഹി. നമ്മൾ നന്ദി കാണിച്ചാൽ അത് നമുക്ക് ലഭിക്കും. ഒരു 10 വീട്ടിലേക്ക് കയറി ലഘുലേഖ കൊടുത്ത സഹോദരന്മാരെ നമ്മുടെ ഖബറിലേക്കാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നന്നായി നാളെ മുതൽ പള്ളിയൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ആകെ ദഅവത്തൊക്കെ സജീവമായി പോലീസുകാർ വന്ന് ചോദിക്കാണ്, എന്താ ഇപ്പോൾ പ്രോഗ്രാം ഇല്ലാത്ത? നിങ്ങൾ പ്രോഗ്രാം വെക്കി, ഞങ്ങൾ പെർമിഷൻ തരാം. നമ്മൾ പ്രോഗ്രാം വെക്കുന്ന ആളുകൾ തടിച്ചു കൂടുന്നു. പടച്ചോന്റെ ഖുവ്വത്ത് ഒന്ന് കൂടാനില്ല, കുറയാനില്ല. അള്ളാഹുവിന്റെ കുദറത്ത് നമ്മൾ നന്നായതുകൊണ്ടും നമ്മൾ പണിയെടുത്തത് കൊണ്ടും ഒന്ന് കൂടാനില്ല, കുറയാനില്ല. നാളെ മുതൽ നിസ്കാരമില്ല, നോമ്പുമില്ല, പള്ളിയൊക്കെ ഇട്ടെറിഞ്ഞു പോയി കഴിഞ്ഞാലും റബ്ബിനൊരു നഷ്ടവുമില്ല സഹോദരന്മാരെ. വമൻ യശ്കുർ ഫഇന്നമാ യശ്കുർ ലിനഫ്സിഹി. നമ്മൾ നന്ദി കാണിച്ചാൽ, നമ്മൾ പള്ളിയിൽ വന്നാൽ, നമ്മൾ ദഅവത്തിനിറങ്ങിയാൽ, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമടിച്ചാൽ അത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു ബോധ്യം വേണം. ചില ആൾക്കാർക്കൊക്കെ അങ്ങനെയാണ്. ഒരാഴ്ച ഒരു QHLS 1 മണിക്കൂർ വന്നിരിക്കൽ ഓരോ ഔദാര്യാന്ന് തോന്നും. അള്ളാന്റെ കലാം ആഴ്ചയിൽ 1 മണിക്കൂർ പഠിച്ചാൽ അത് നമുക്ക് കിട്ടിയെന്നല്ലാതെ വേറൊരു കാര്യം അതുകൊണ്ടില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി സൂചിപ്പിക്കാനുള്ളത്, വലിയൊരു പ്രയാസമില്ലാതെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഉമർ ഖത്താബിന്റെ ഭരണകാലഘട്ടത്തിൽ സ്വഹാബാക്കൾ ഇങ്ങനെ ഇരിക്കാൻ, മഹാനായ സ്വഹാബി ഉമർ ഖത്താബ് പറയാണ്, ഇസ്ലാമിന്റെ തുടക്കത്തിൽ ത്യാഗമനുഭവിച്ച പലരുമുണ്ട് ഇവിടെ. ഇസ്ലാമിന്റെ തുടക്കത്തിൽ ത്യാഗമനുഭവിച്ചവരുണ്ട്. നിങ്ങളുടെ കഥകളൊന്ന് പറയണം, ഞങ്ങളുടെ ഈമാൻ ഒന്ന് വർദ്ധിപ്പിക്കട്ടെ. വല്ലാതെ നിർബന്ധിച്ചപ്പോ ഒരു കറുത്ത ഒരു ചെറിയ മനുഷ്യൻ ഒരു കരിമ്പുടയുമായി എഴുന്നേറ്റ് നിന്നു. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു ആ പുതപ്പങ്ങട്ട് മാറ്റിയിട്ട് കാണിച്ചു കൊടുത്തു. പുറകുഭാഗത്തേക്ക് നോക്കിയപ്പോ കറുത്ത 2 കുഴി, ശരീരത്തിലെ പച്ചയായ മാംസം അറുത്തെടുത്തിരിക്കുന്നു. എല്ല് കാണുന്ന കാഴ്ച കണ്ടപ്പോ മുഖം തിരിച്ചു മഹാനായ സ്വഹാബി. ഖബ്ബാബ്, എന്താണ് ഈ രംഗം? എന്താണ് താങ്കളുടെ ശരീരത്തിൽ കാണുന്നത്? അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, എൻ്റെ യജമാനൻ കൊല്ലപ്പണിക്കാരനാണ്. നല്ല ആലയിലെ ചുട്ടുപൊള്ളുന്ന കല്ല് എനിക്ക് വേണ്ടി ഒരുക്കി വെക്കും. അത് തിളച്ചു മറിയുമ്പോൾ എന്നെ അതിലേക്ക് വലിച്ചു കിടത്തി വലിച്ചെടുക്കും. എൻ്റെ ശരീരത്തിലെ പച്ചയായ മാംസം ഉരുകിയൊലിച്ചതാണ് ഉമർ എന്ന് പറയുമ്പോൾ
സഹോദരന്മാരെ, അള്ളാഹിന്റെ മാർഗത്തിൽ എത്ര സഹിച്ചിട്ടുണ്ട് അവര്? അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്ര സഹിച്ചിട്ടുണ്ട്? യാസിർ കുടുംബം, വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യൻ, വീട്ടിൽ ഉമ്മണ്ട്, മകനുണ്ട്. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ വന്ന് ആ വളരെ പ്രായം ചെന്ന മനുഷ്യന്റെ തല പിടിച്ച് വെള്ളത്തിലേക്ക് മുക്കുന്നു. പ്രയാസപ്പെടുന്ന സമയത്ത്, ശ്വാസം ലഭിക്കാതെ പ്രയാസപ്പെടുമ്പോ ഒരല്പനേരം പിറകെ എടുത്തുകൊണ്ട് ചോദിക്കും, പിന്തിരിയാൻ ഒരുക്കമാണോ? തൻ്റെ വളരെ പ്രായം ചെന്ന ഭാര്യയെ കൺമുന്നിൽ വെച്ച് അവരുടെ ഗുഹ്യസ്ഥാനത്തിലേക്ക് കുന്തം കയറ്റി ക്രൂരമായി പീഡിപ്പിക്കുന്ന കാഴ്ച കാണേണ്ടി വരുന്ന മകൻ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ത്യാഗത്തെ പറ്റിയാണ് പറയുന്നത്? ഒരാൾ മീറ്റിംഗ് നമ്മളെ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മളെ വിളിക്കാത്തതിൻ്റെ പേരിൽ ഒരു പ്രോഗ്രാമിന് പോകാൻ പോലും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, ഒരു 2 മണിക്കൂർ വെയിൽ കൊണ്ട് അള്ളാഹുവിൻ്റെ സന്ദേശം ഒരു 2 വീട്ടിൽ കയറാനെങ്കിലും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ എന്തു ത്യാഗത്തിൻ്റെ കഥകളാണ് നമ്മൾ പറയുന്നത്? പരീക്ഷണമില്ലാതെ സഹോദരന്മാരെ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന്, അള്ളാഹുവിൻ്റെ പരലോകം നേടാമെന്ന് നാം കരുതേണ്ടതില്ല. വനബുലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. ഖൈറു കൊണ്ടും ഷർറു കൊണ്ടും അല്ലാഹു തആല പരീക്ഷിക്കും. ഖൈറു കൊണ്ടുണ്ട് പരീക്ഷണം, ഷർറു കൊണ്ടുമുണ്ട് പരീക്ഷണം. സമ്പത്ത് പരീക്ഷണം. പടച്ചോൻ പണം തന്നിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ പറയും, ഇന്ന പടച്ചോൻക്ക് വലിയ ഇഷ്ടമാണ്, അല്ല വാരിക്കോരി സമ്പത്ത് തന്നിട്ടുണ്ട്. സമ്പത്ത് പരീക്ഷണം. ആ സമ്പത്താണ് നമുക്ക് നിസ്കാരത്തിന് വരാൻ പ്രയാസമെങ്കിൽ സഹോദരന്മാരെ പരാജയപ്പെട്ടു. ജുമാക്ക് നേരത്തെത്താനുള്ള പ്രയാസം നമ്മുടെ കച്ചവടമാണെങ്കിൽ സമ്പത്തെന്ന ഫിത്നയിൽ നമ്മൾ പരാജയപ്പെട്ടു. രാവിലെ പള്ളിയിലേക്ക് ജമാഅത്തിനെത്താനുള്ള തടസ്സം രാത്രി കച്ചവടം നേരം വൈകി വരുന്നു എന്നതാണ് എങ്കിൽ സമ്പത്തെന്ന പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെട്ടു. ഖാറൂൻ നല്ല ആബിദായ മനുഷ്യനാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ സരസിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറയും. മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു, അല്ലാഹു തആല സമ്പത്ത് കൊടുത്തു. അവൻ്റെ സമ്പത്തിൻ്റെ താക്കോൽ വഹിക്കാൻ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. സമ്പത്ത് കിട്ടിയപ്പോൾ പടച്ചോനെ മറന്നു. സാധാരണക്കാരായ ആളുകൾ പറയും, ഇത് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ഖാറൂൻ, പുളകം കൊള്ളരുത് നീ. സമ്പത്ത് കിട്ടിയപ്പോ സമ്പത്ത് നൽകിയ റബ്ബിനെ മറന്നുകൊണ്ട് പുളകം കൊള്ളരുത്. അധികമായി പുളകം കൊള്ളുന്നവരെ, മതിമറക്കുന്നവരെ റബ്ബ് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സമ്പത്ത് പടച്ചോന്റെ പരീക്ഷണമാണ്. സമ്പത്ത് കിട്ടിയിട്ടുണ്ട് എങ്കിൽ പാവങ്ങളെ കണ്ടറിയാൻ സാധിക്കണം. കഴിഞ്ഞ തവണ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നടത്തിയ ഈദ് കിസ്ബയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം മനസ്സിലേക്ക് ഓർമ്മ വരാൻ. 8ാം ക്ലാസ്സിൽ വന്നിട്ട് അധ്യാപകൻ പറയാണ്, ഇത്തവണ സ്കൂള് നേരത്തെ അടക്കും. കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ്. ചിലർ കൈയടിച്ചു, വിസിലടിച്ചു. ഓരോരുത്തരും അവരെ ആഹ്ലാദം ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. കാരണം കൂടുതൽ ദിവസം ഉമ്മാൻ്റെ വീട്ടിൽ നിൽക്കാം, കൂടുതൽ കളിക്കുക, എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഒരു ചെറിയ കുട്ടി മാത്രം ഇരുന്നിട്ട് കരയാണ്. അപ്പം അധ്യാപകൻ ആ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, മോൻ എന്തിനാ കരയുന്നത്? മോനും കൂടുതൽ ദിവസം ഉമ്മാൻ്റെ വീട്ടിൽ പോയിക്കൂടെ? ആ കുട്ടി പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ഉപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടതാണ്. പ്രായമായ ഉമ്മയും ചെറിയ പെങ്ങളും മാത്രമാണ് വീട്ടിലുള്ളത്. ഉമ്മാക്ക് സുഖമില്ല. ഞാൻ രാവിലെ സ്കൂളിലേക്ക് വരുമ്പോൾ വിശന്ന് കരയുന്ന എൻ്റെ പെങ്ങളെ കണ്ടുകൊണ്ടാണ് ഞാൻ സ്കൂളിലേക്ക് വരാറുള്ളത്. ഉച്ചക്കഞ്ഞി വയറ് നിറച്ച് ഞാൻ കഴിക്കും. ഒരു തൂക്കപാത്രം എൻ്റെ കയ്യിലുണ്ടാകും. അതിൽ കഞ്ഞിയും പയറും വെച്ച് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ എഴുന്നേറ്റ് ഓടും എൻ്റെ ഉമ്മച്ചിൻ്റെ അരികിലേക്ക്. എൻ്റെ ഉമ്മച്ചിൻ്റെ കയ്യിൽ പാത്രം കൊടുക്കും. ഉമ്മച്ചി അത് ചൂടാക്കി എൻ്റെ ഉമ്മയും എൻ്റെ ചെറിയ പെങ്ങളും കഴിക്കും. ഏപ്രിൽ 1-ാം തീയതി മുതൽ ഒരു കടയിൽ നിൽക്കാമെന്ന് ഞാൻ ഏറ്റിട്ടുണ്ട്. 15-ന് സ്കൂൾ അടക്കുമെങ്കിൽ 15 ദിവസം എൻ്റെ ഉമ്മാക്കും എൻ്റെ പെങ്ങൾക്കും ഞാൻ എന്തു കൊടുക്കുന്ന? സഹോദരന്മാരെ, പ്രയാസം അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവർ നമുക്ക് പരീക്ഷണമാണ്. അവരെ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് മറുപടി പറയേണ്ടി വരും. സ്കൂൾ തുറന്ന എല്ലാ കുട്ടികളും പുതിയ കുപ്പായും പുതിയ ചെരുപ്പും പുതിയ ബാഗൊക്കെ എടുത്ത് വരുമ്പോൾ
ഒരു യതീമായ കുട്ടിയുടെ കണ്ണ് നനഞ്ഞാൽ നാളെ പരലോകത്ത് നമ്മൾ മറുപടി പറയേണ്ടി വരും. നമുക്കൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ പണക്കാരെ പെട്ടെന്ന് തിരിയും. ആരാണ് കബീർ ഡോക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അളന്ന് മുറിച്ച് നമ്മൾ ആ കുടുംബ ബന്ധം തെളിയിച്ചു തരും. ഇന്ന കച്ചവടം ചെയ്യുന്ന അല്ലെങ്കിൽ ചെരുപ്പ് തുന്നുന്ന മരം വെട്ടണ ഇന്ന ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം അനുജനാകും. സ്വന്തം അനുജനായിരിക്കും. പണം കുറഞ്ഞതിൻ്റെ പേരിൽ തിരിഞ്ഞു നോക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും റബ്ബിൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു രാത്രി വേഷം മാറി നടക്കാൻ ഒരു സഹാബി പിറകെ നടന്നു. ഒരു കുടിലിൽ ചെല്ലുന്നത് കണ്ടപ്പോൾ സംശയിച്ചു, എന്താ രാത്രി എവിടെ പണി? രാവിലെ ചെന്ന് നോക്കി, വളരെ പ്രായമായ ഒരു വൃദ്ധ. ഇന്നലെ വന്നത് ആരാന്ന് ചോദിച്ചു. ആരാന്നറിയില്ല, എല്ലാ രാത്രിയിലും എത്താറുണ്ട്. മലമൂത്ര വിസർജനം ആ മനുഷ്യൻ്റെ കൈകൾ കൊണ്ട് വൃത്തിയാക്കും. വേണ്ട ഭക്ഷണങ്ങൾ ഒരുക്കി തരും, വസ്ത്രങ്ങൾ അലക്കി സുബീൻ്റെ മുമ്പ് ആരോടും പറയാതെ ആ മനുഷ്യൻ തിരിച്ചു പോകും. സഹാബി മദീനയിലേക്ക് വന്നിട്ട് പറയാണ്, വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, ഉമർ എന്ന ചക്രവർത്തിയെ നിങ്ങൾക്കറിയുകയില്ല. സഹോദരന്മാരെ, റോട്ടിൽ കിടക്കുന്ന ഒരു മുള്ളെടുത്തു മാറ്റാനുള്ള മനസ്സ് നമുക്ക് വന്നിട്ടുണ്ടോ? റോട്ടിൽ ഒരു കന്നുകാലി ചത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് എടുത്തു മാറ്റാൻ ഒരു സമൂഹത്തിന് ഒരു ചെറിയ സേവനം, വണ്ടി പാർക്ക് ചെയ്യുമ്പോഴെങ്കിലും ഇതൊരാൾക്ക് പ്രയാസമാവരുത് എന്നുള്ളൊരു മൈൻഡെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടോ? മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല വഫാത്താകുന്ന സമയത്ത് സുബഹ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ വന്നു നിന്നു. സൂറത്തുൽ യൂസുഫാണ് പാരായണം ചെയ്യുന്നത്. സ്വഹാബാക്കൾ പറയുകയാണ്, പിറകിലത്തെ സ്വഫിൽ ഉമറിന്റെ കരച്ചിൽ ഞങ്ങൾ കേട്ടു. അവസാനത്തെ സ്വഫിൽ കരച്ചിൽ ഞങ്ങൾ കേട്ടിരുന്നു. അത്ര അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുവാൻ അവർക്ക് സാധിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കേവലം നമ്മുടെ കുടുംബവും നമ്മുടെ കച്ചവടവും അങ്ങനെ ഒതുങ്ങിക്കഴിയേണ്ടവരല്ല. അല്ലാഹു തആല തെരഞ്ഞെടുത്തവരാണ് നമ്മൾ. കുൻതും ഖൈറു ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തവർ. ഒരു വലിയ ബാധ്യത നമുക്കുണ്ട്. സഹോദരന്മാരോട് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, ദഅവാ രംഗത്ത് നമ്മുടെ ഭർത്താക്കന്മാരുണ്ട് എങ്കിൽ, മക്കളുണ്ട് എങ്കിൽ പരമാവധി അവർക്ക് വേണ്ട സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക, പ്രോത്സാഹനങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ലാതെ കുത്തിപ്പറയുന്ന, അതിനെ നിസാരവൽക്കരിക്കുന്ന, രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മുഖം കറപ്പിച്ച് നിൽക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഹിജ്റ പോകാൻ നേരത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് വരാണ്. എന്നിട്ട് പറഞ്ഞു, അബൂബക്കർ, ഹിജ്റ പോകാൻ റബ്ബിന്റെ കൽപ്പനയുണ്ട്. അബൂബക്കർ സിദ്ദീഖ് ചോദിക്കാണ്, റസൂലെ അങ്ങയുടെ കൂടെ ഞാനും പുറപ്പെടട്ടെ? മഹദി ആയിഷ ബീവി പറയാണ്, സന്തോഷം വന്നാൽ ഒരാൾ കരയുന്നെന്ന് എനിക്ക് മനസ്സിലായി. റസൂലിൻ്റെ കൂടെ ഉപ്പാനോട് പോകാൻ അനുവാദം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉപ്പ കരയായിരുന്നു. റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പുറപ്പെട്ടു. വീട്ടിലുള്ളത് 2 പെൺമക്കളാണ്. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ, അസ്മാ റളിയല്ലാഹു തആല അൻഹ, 2 പെൺമക്കൾ. മക്കയിലെ മുശ്രിക്കീങ്ങൾ വന്നു, വാതിൽ മുട്ടിയിട്ട് ചോദിച്ചു, എവിടെ അബൂബക്കർ? അറിയില്ല എന്ന് പറഞ്ഞു. കളവ് പറഞ്ഞതല്ല. എവിടേക്കാ പോണതെന്ന് പറഞ്ഞിട്ടില്ല. കവിളത്തടിച്ചു. മഹദി അസ്മാ റളിയല്ലാഹു തആല അൻഹ താഴെ വീണ് കാതിലെ ചിറ്റ് തെറിച്ചു പോയി. എൻ്റെ ബാപ്പന്നെ വീട്ടിൽ ഒറ്റക്കാക്കി ആരോടൊന്നും പറയാതെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല. 24 മണിക്കൂറും ദീന് മക്കളെ വിഷയത്തിൽ ശ്രദ്ധ ഇല്ല. ഒരു വാക്കുപോലും മഹദിയുടെ ചുണ്ടിൽ നിന്ന് വന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് വരുന്നുണ്ട്, തൂവെള്ള മുടിയുള്ള, തൂവെള്ള താടിയുള്ള, പ്രായമേറെ ചെന്ന അബൂ ഖുഹാഫ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ ഉപ്പ. അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. വന്നിട്ട് ചോദിക്കാണ്, എവിടെ പോയി അബൂബക്കർ? അതേ മറുപടി പറഞ്ഞു, അറിയില്ല. അബൂ ഖുഹാഫന്റെ ചോദ്യം, തിന്നാനുള്ള വകയെങ്കിലും അബൂബക്കർ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടോ? തിന്നാനുള്ള വകയെങ്കിലും അബൂബക്കർ ഉണ്ടാക്കിയിട്ടുണ്ടോ? ചിലപ്പോൾ ഭാര്യമാർ ചോദിക്കും, 24 മണിക്കൂർ ഈ ദഅവത്ത് എന്ന് പറഞ്ഞാൽ, ഈ ദീനിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ 2 പെൺമക്കളാണ്, ഓരോ വിഷയത്തിലൊന്നൊരു ശ്രദ്ധയില്ലേ? രാത്രി കയറി വരും, കുടുംബത്തിന്റെ വിഷയത്തിലൊന്നൊരു ശ്രദ്ധയില്ല. അബൂ ഖുഹാഫന്റെ ചോദ്യം, തിന്നാനുള്ള വകയെങ്കിലും ഓന് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടോ? അസ്മാ റളിയല്ലാഹു തആല പതുക്കെ വീടിന്റെ പിറകുഭാഗത്തേക്ക് നടന്നു. ഒരു പാത്രത്തിൽ കല്ല് നിറച്ചു. ആ പാത്രം ഭദ്രമായി അടച്ച് വല്ലിപ്പാന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് പറഞ്ഞു, വല്ലിപ്പ, ഇത് മുഴുവൻ
ഞങ്ങളുടെ ബാപ്പ ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചതാണ്. ഒന്നുമില്ല അതിൽ, കല്ല് മാത്രം. ഇത് മുഴുവൻ ഞങ്ങളുടെ ബാപ്പ ഞങ്ങൾക്ക് സമ്പാദിച്ചതാണ്. ഒരാളുടെ ഔദാര്യവും ഞങ്ങൾക്ക് വേണ്ട. അതെന്താണെന്നറിയോ? അള്ളാന്റെ ദീനിനു വേണ്ടി പണിയെടുക്കുന്നവനാണ് ഞങ്ങളുടെ ഉപ്പ. റസൂലിന്റെ കൂടെ പോയതാണ്. ഒരാളുടെ മുന്നിലും ഞങ്ങളുടെ ബാപ്പ ചെറുതാകാൻ പാടില്ല. അഭിമാനം കണ്ടു അവര്. ദീനി രംഗത്ത് ഭർത്താക്കന്മാരുണ്ടോ, മക്കളുണ്ടോ, അഭിമാനിക്കുക. നമ്മുടെ ഭാര്യമാരുണ്ടോ, അഭിമാനിക്കുക. ഒരു പ്രശ്നം, ഒരു പ്രയാസം തോന്നേണ്ടതില്ല. 9 മാസം ഗർഭിണിയായ പെണ്ണ് അസ്മാ റളിയല്ലാഹു തആല അൻഹ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ പ്രവാചകനുള്ള ഭക്ഷണവുമായി യാത്ര തിരിക്കുന്നു. 9 മാസം പ്രസവവേദന സഹിക്കുന്ന ഒരു പെണ്ണ് പോണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. മദീനയിലെത്തി അവർ പ്രസവിച്ചു. അൻസാറുകളുടെ 1ാമത്തെ കുട്ടി, ഹിജറയ്ക്ക് ശേഷം പിറന്ന ആദ്യത്തെ ആൺകുട്ടി അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ ദീനി രംഗത്ത് നമ്മളുണ്ടോ, അഭിമാനിക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരന്മാരെ, ഈ പ്രവർത്തനങ്ങളെല്ലാം മരണം വരെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികളുമായി നമ്മൾ പണിയെടുക്കുന്നത് നാളെ മരണത്തിനപ്പുറം അള്ളാഹുവിൻ്റെ സ്വർഗം നേടുന്നതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ശക്തമായ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലായിരിക്കും. നമ്മൾ വിചാരിക്കാത്ത ആ രൂപത്തിലായിരിക്കും പരീക്ഷണങ്ങൾ വരിക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 40 വയസ്സുവരെ നാട്ടുകാർ വിളിച്ചത് അൽ അമീൻ എന്നാണ്. 40 വയസ്സിന് ശേഷം അള്ളാന്റെ റസൂലിനെ വിളിച്ചത് കദ്ദാബ്, പെരുങ്കള്ള എന്നാണ്. 4 ആള് കള്ളാന്ന് വിളിക്കുമ്പോൾ എത്ര വികാരം ഉണ്ടാകും? ഒരു 2 ആള് നമ്മളെ മുഖത്ത് നോക്കിയിട്ട് കള്ളാന്ന് വിളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വികാരമുണ്ട്, പിടിച്ചാൽ കിട്ടൂല. പ്രവാചകന്റെ പിറകെ നടന്നവര് വിളിച്ചു, കദ്ദാബ്, പെരുങ്കള്ളനാണ് മുഹമ്മദേ നീ. 2ാമത്തെ പേരെന്താണെന്നറിയോ? മജ്നൂൻ, ഭ്രാന്തനാണ് നീ. 2 ആള് തലക്ക് സുഖമില്ല എന്നുള്ളൊരു കണ്ണോടുകൂടി നോക്കുമ്പോൾ സഹോദരന്മാർ എത്ര പ്രയാസം ഉണ്ടാകും മനസ്സിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പിറകെ നടന്നവർ വിളിച്ചു, ഭ്രാന്താണ് മുഹമ്മദേ നിനക്ക്. നമ്മളെ വീട്ടിലൊരു മരണം നടന്നാലുള്ള അവസ്ഥ നമുക്കറിയാലോ. പ്രവാചകന്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് മരണം. പ്രിയപ്പെട്ട മക്കൾ മരണപ്പെട്ട സമയം റസൂല് കരഞ്ഞു. സഹാബാക്കൾ ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലെ താങ്കൾ കരയാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, റഹ്മത്താണ് അലി. ഇത് റഹ്മത്താണ് എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ വീട്ടിലും വന്നിട്ടുണ്ട് കുടുംബക്കാർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിലും വന്നിട്ടുണ്ട് കൂട്ടുകാർ. അവർക്ക് പറയാനുള്ളത്, അബ്തർ, വേരറ്റുപോയി മുഹമ്മദേ, ആരാലും അറിയപ്പെടാതെ നിന്റെ കുലം നശിച്ചു തീരും മുഹമ്മദേ. ആ മുറിയിൽ എരുവാരി തേച്ചു അവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തോന്നിയിട്ടില്ല പഴയ അല്ലമീൻ തന്നെയാണ് നല്ലത്, എല്ലാവർക്കും ഇഷ്ടം, എല്ലാവർക്കും സ്നേഹം. എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഒത്തുതീർപ്പിനും അതുപോലെ തന്നെ എന്തോ പ്രശ്നം വന്നാലും പരിഹാരത്തിനും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അൽ അമീനാണ് നല്ലത്. തിരിച്ചു പോവാണ്. ഈ കളിയാക്കലും പരിഹാസവും കുത്തുവാക്കും ഒന്നും സഹിക്കാൻ പറ്റണില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തോന്നിയിട്ടില്ല. 23 വർഷം ആ ജനതയുടെ പിറകെ നടന്നു വിളിച്ചു, ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ, വിജയിക്കണേ. ആയിഷ ബീവി ചോദിക്കണം, റസൂലേ അങ്ങേക്ക് ഏറ്റവും പ്രയാസം ഉണ്ടായത് ഉഹദിലല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റി പൊട്ടി, പല്ല് പൊട്ടി, രക്തം വാർന്നൊലിച്ചു, ഒരു കുഴിയിലേക്ക് വീണ് മാരകമായ മുറിവ് പറ്റി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല ആയിഷ, നിന്റെ നാട്ടുകാരെന്നെ സ്വീകരിക്കുന്നു കരുതിയിട്ടാണ് പോയത്. സ്വർഗം നിർബന്ധമാക്കുന്ന, നരകം നിഷിദ്ധമാക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ത്വായിഫിലേക്ക് ഞാൻ ചെന്നപ്പോൾ കേൾക്കുന്നത്, മക്കയിലെ മുഹമ്മദിന് ഒരു തുള്ളി വെള്ളം പോലും നൽകരുത്. കാർക്കിച്ചു തുപ്പിയവർ. ഒരു ഭ്രാന്തനെ പോലെ ത്വായിഫിന്റെ മരുഭൂമിയിലൂടെ നടക്കേണ്ട സാഹചര്യം വന്നു. ചെറിയ കുട്ടികൾ വലിയ പാറക്കല്ലുകൾ കൊണ്ടെറിഞ്ഞ് ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ചു. അന്ന് അനുഭവിച്ച പ്രയാസം പോലെ മറ്റൊരു പ്രയാസവും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇനി നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് വരണം സഹോദരന്മാരെ. നമുക്ക് അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ ആദർശം കിട്ടി. നമ്മുടെ കുടുംബത്തിനെങ്കിലും
നമ്മുടെ സഹോദരന്മാർക്കെങ്കിലും ഇതൊന്ന് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് എന്തിനാണ് ഇവിടെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തത്? പ്രവാചകന്റെ സുന്നത്തനുസരിക്കാൻ ഒരു പ്രയാസമില്ല. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ പ്രയാസപ്പെടാൻ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ വലിയ തീക്കുണ്ടാരമുണ്ടാക്കി അതിലേക്ക് ചെറിയ പൈതങ്ങളെ സ്വന്തം ഉമ്മയുടെ മുന്നിൽ വച്ച് വലിച്ചെറിയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഒരു ഫലസ്തീനി ബാലന്റെ ശരീരം കയ്യിൽ പിടിച്ചുകൊണ്ടൊരു ഡോക്ടർ ചോദിക്കാണ്, മർത്തകബത്ത് ഹാദിഹി തിഫ്ലത്തു സഗീർ, ഈ ചെറിയ ബാലൻ എന്തു തെറ്റ് ചെയ്തു? വമാ യഅരിഫുഹാ മഅനൽ ഹയാത്ത്, ജീവിതത്തിന്റെ അർത്ഥം പോലും ഈ കുഞ്ഞിനറിയില്ലല്ലോ. തല പൊട്ടി ചിതറിയിട്ടുണ്ട്. തകർന്ന കൂരയിൽ പട്ടാളക്കാരൻ തന്റെ മാനം പിച്ചി ചീന്തുമോ എന്ന് പേടിച്ച് കരയുന്ന മുസ്ലിം സ്ത്രീകൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്നുണ്ട്. നമ്മളെ മക്കൾക്ക് ആ ഒരു പ്രയാസം അല്ലാഹ് നൽകിയിട്ടില്ല. നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ പെങ്ങന്മാർക്കും നമ്മുടെ ഉമ്മമാർക്കും മാനം പിച്ചി ചീന്തുമോ എന്ന് പേടിച്ച് വീട്ടിൽ ഒതുങ്ങിക്കഴിയേണ്ട ഗതികേട് വന്നിട്ടില്ല. നമ്മുടെ സഹോദരന്മാർക്കും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കും സ്വന്തം ഉമ്മയുടെ മാനം മുന്നിൽ വെച്ച് പിച്ചി ചീന്തുന്ന രംഗങ്ങൾ കാണേണ്ട ഗതികേട് വന്നിട്ടില്ല. നമ്മൾ നിർഭയരാണ് ഇവിടെ. ഏതു മതമനുസരിച്ച് ജീവിക്കാനും അത് പറഞ്ഞു കൊടുക്കാനും പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കാനും എല്ലാത്തിനും അനുഗ്രഹമുള്ളൊരു നാട്. ഈ നിഅമത്ത് റബ്ബ് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഈ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം തീർച്ചയായും അല്ലാഹു തആല നാളെ പരലോകത്ത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആലോചിക്കുക, ആ ചോദ്യം ചെയ്യലിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയോ? സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളോട് പ്രവാചകന്റെ സ്വഹാബാക്കൾക്ക് എത്ര ഇഷ്ടമായിരുന്നു. നമ്മൾ ഇരിക്കുന്ന രൂപത്തിലാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്നു എങ്കിൽ താടി തുടയിൽ തട്ടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളുടെ വസ്ത്രം അതിന് എത്ര കണിശതയായിരുന്നു അവർക്ക്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് ഫൈറൂസ് അബൂലുൽ 3 തവണ കടാര കുത്തിയിറക്കി. വെള്ളം കൊടുത്താൽ, പാല് കൊടുത്താൽ കുടൽമാലയിലൂടെ വെള്ളം പുറത്തേക്ക് വരും. ഒരു തുണി കൊണ്ട് മുറുക്കി ചുറ്റി മഹാനായ സ്വഹാബിയെ ചാരി ഇരുത്തി നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ രാഷ്ട്രീയപരമായ കാര്യം പറയേണ്ട ചെറുപ്പക്കാരൻ വന്നു. ഒരു സ്വഹാബി തിരിച്ചു പോകുമ്പോൾ വിളിച്ചിട്ട് പറയാണ്, ഇർഫഅ സൗബക്, വസ്ത്രം കയറ്റി ഉടുക്കടാ, വസ്ത്രം കയറ്റി ഉടുക്കടാ, ഞെരിയാണിയുടെ താഴേക്ക് വരരുത്. ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ വീട് ഖവാരിജുകൾ വളഞ്ഞു. ആദ്യം ചെയ്ത പണി എന്താണെന്നറിയോ? തൻ്റെ പൈസ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒളിപ്പിച്ചു വെക്കലല്ല, മൊബൈൽ ഫോൺ മാറ്റി വെക്കലൊന്നുമല്ല, ഉടുമുണ്ട് മുറുക്കിയെടുത്തു. ആക്രമിക്കപ്പെടുന്ന സമയത്ത്, താഴെ വീണ സമയത്ത് തൻ്റെ തൊടൊരാൾ കാണാൻ പാടില്ല, ഔറത്തും അന്യ പുരുഷൻ കാണാൻ പാടില്ല. ഇസ്ലാമിൻ്റെ വേഷത്തിലും ഇസ്ലാമിൻ്റെ രൂപത്തിലും നമ്മുടെ മുൻഗാമികൾ കണ്ട അവരുടെ ഒരു താല്പര്യം അത്രയേറെ ഉണ്ട് എങ്കിൽ സഹോദരന്മാരെ, ആത്മാർത്ഥമായി സൂചിപ്പിക്കാനുള്ളത് ആ വസ്ത്രവും ആ രൂപവുമെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ പരമാവധി നമ്മൾ സ്നേഹിക്കുക. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ അത് ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഭാഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹന്റെ ഭാഗമാണ് മഹബ്ബത്ത്. ഞാൻ എൻ്റെ ഉമ്മാനെ ഇഷ്ടപ്പെടുന്നത് ഉമ്മ എന്നെ 10 മാസം ഗർഭം ചുമന്ന് 2 വർഷം മുലയൂട്ടിയത് കൊണ്ടല്ല. ഉമ്മ തിരിഞ്ഞു നോക്കിയിട്ടില്ല എങ്കിൽ ഉമ്മാനെ ഇഷ്ടപ്പെട്ടേ തീരൂ. കാരണം എൻ്റെ റബ്ബ് പറഞ്ഞു എൻ്റെ ഉമ്മയെ ഇഷ്ടപ്പെടാൻ. ഉപ്പാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം ഉപ്പ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടതും കുറേ എനിക്ക് വേണ്ടി പ്രയാസപ്പെട്ടതുമല്ല. എൻ്റെ റബ്ബ് പറഞ്ഞു എൻ്റെ ഉപ്പയെ ഇഷ്ടപ്പെടാൻ. സലാസുമ്മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈമാനിന്റെ മധുരം ആസ്വദിച്ചു. അവൻ ഏറ്റവും വലുത് അല്ലാഹും അവന്റെ റസൂലാണ്. ഭാര്യ ചൊർക്കില്ല എന്ന് പറഞ്ഞാലും കൂട്ടുകാർ കളിയാക്കിയാലും അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് പോലെ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ താടി നീട്ടി വളർത്തും.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ കിടന്നൊരു രൂപമുണ്ട്. ആ രൂപത്തിൽ അവൻ ഉറങ്ങും. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് ഉമ്മയെക്കാളും ഉപ്പയെക്കാളും എല്ലാവരെക്കാളും അള്ളാഹുവിൻ്റെ റസൂലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളാണ്. ഹിജ്റ പോകുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയാണ്, എനിക്ക് വല്ലാത്ത ദാഹം തോന്നി. മരുഭൂമിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു തോൽപാത്രത്തിൽ ഒരു അല്പം വെള്ളവുമായി വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. റസൂൽ അത് മുഴുവൻ കുടിച്ചു. പ്രവാചകന്റെ ദാഹം തീർന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിച്ചപ്പോൾ എൻ്റെ ദാഹം തീർന്നു. ഒരു തുള്ളി വെള്ളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കുടിച്ചിട്ടില്ല. റസൂലിൻ്റെ ദാഹം തീർന്നപ്പോൾ എൻ്റെ ദാഹം തീർന്നു. നമ്മൾ ആലോചിക്കണം, എത്ര ഇഷ്ടമുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. പ്രവാചകൻ വഫാത്തായി എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു വാള് താഴെ ഇട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വന്നിട്ട് ആയത്തോതി പറഞ്ഞു കൊടുത്തപ്പോൾ, ഉമറെ, അള്ളാഹിൻ്റെ റസൂൽ വഫാത്തായിട്ടുണ്ട് കേട്ടോ. ആയത്തോതി പറഞ്ഞു കൊടുത്തപ്പോൾ കണ്ണ് നനഞ്ഞ് കയ്യിലെ വാള് താഴെ വീണു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കൈ പിടിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് മഹാനായ സ്വഹാബി, ഞാൻ ആഗ്രഹിച്ചു അബൂബക്കർ, അള്ളാഹിൻ്റെ റസൂൽ വഫാത്താവരുത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവരുത്. ഞാൻ മരിച്ചാലും നമ്മളൊക്കെ മരണപ്പെട്ടാലും അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കണം. എനിക്കത് ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്തൊരു ഇഷ്ടമാണ് അവർക്ക്, എത്ര ഇഷ്ടമുണ്ട് അവരുടെ ജീവിതത്തിൽ. സഹോദരന്മാരെ, നമ്മുടെ ജീവിതം കൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. നാളെ പരലോകത്ത് ഏറെ ഖനം തൂങ്ങുന്ന കർമ്മങ്ങളായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ. അതിനെ നിസ്സാരമാക്കേണ്ട, അതിനെ പരിഹസിക്കുന്ന യാതൊരുവിധ സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തെൻഈം കുന്നിൻ്റെ മുകളിലെത്തി. ശത്രുവിൻ്റെ ചോദ്യം, തിരിച്ചു പോകാൻ വീട്ടിക്ക്. റസൂലിൻ്റെ മുന്നിലേക്ക് വന്ന് ഖുർആൻ മനഃപ്പാടമാക്കിയ സ്വഹാബാക്കൾ ആവശ്യപ്പെട്ടതാണ്. അള്ളാഹിൻ്റെ റസൂലിനെ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ പറ്റി പറയുന്ന രൂപത്തിൽ മറിഞ്ഞ കാര്യം അറിയൂല, ചതിച്ചു കൊല്ലാൻ വേണ്ടിയാണ് വന്നത് എന്ന് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ അറിഞ്ഞില്ല. സ്വഹാബാക്കളെ പറഞ്ഞയച്ചു, ചതിച്ചു കൊലപ്പെടുത്തി. രണ്ടാൾ അവരെ കൂട്ടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. നേരെ ചെന്നെത്തുന്നത് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ കൈകളിലാണ്. 4 മാസം യുദ്ധം നിഷിദ്ധമാക്കിയതാണ്, ക്രൂരമായി പീഡിപ്പിച്ചു. ഒരു കുന്നിൻ്റെ മുകളിലേക്ക് 2 കൈകളിലും ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ച് നാട്ടി നിർത്തിയ കുരിശിനെ ചൂണ്ടി പറയുകയാണ്, ഹുബൈബ്, തിരിച്ചു പോകാം വീട്ടിലേക്ക്, ഭാര്യൻ്റെ അരികിലേക്ക് പോകാം, മക്കളരികിലേക്ക് പോകാം, ഒന്നും വേണ്ട, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആണെങ്കിൽ. തല്ലണമെന്നില്ല, ചീത്ത പറയണമെന്നില്ല, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആണെങ്കിൽ കഴുമരം മുന്നിൽ കാണാൻ. എന്താ മറുപടി എന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂല് മദീനയിൽ ജീവിച്ചിരിപ്പുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ ഹബീബിൻ്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും സഹിക്കാൻ ഹുബൈബിന് കഴിയില്ല. പിന്നെ എങ്ങനെ എൻ്റെ സ്ഥാനത്ത് എൻ്റെ നബി? സഹോദരന്മാരെ, അതാണ് പ്രവാചകനോടുള്ള സ്നേഹം. അല്ലാതെ വാക്കുകൊണ്ട് ഗർജിക്കലും അതിനുവേണ്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് അതിന് കമൻ്റ് അടിക്കലും അത് ഷെയർ ചെയ്യലും അതല്ല സ്നേഹം. ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു. സ്വന്തം ജീവൻ പണയം നൽകി റസൂലിനെ സ്നേഹിച്ചു അവർ. നമുക്കൊരു സുന്നത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുഖം പോലെ മുഖമാക്കാൻ, റസൂലിൻ്റെ വസ്ത്രം പോലെ വസ്ത്രമാക്കാൻ 4 ആൾ കളിയാക്കുമ്പോൾ പിന്തിരിയുന്നുവെങ്കിൽ എവിടെയാണ് നമ്മുടെ ഈമാൻ? രാത്രി 2 കൈകളിലും ചങ്ങല പിടിച്ചു നിൽക്കുന്ന സ്വഹാബിനെ കണ്ടപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു, എന്തിനു വന്നു ഈ തണുപ്പത്ത്, അതിശക്തമായ തണുപ്പത്ത് എന്തിന് നിൽക്കുന്നു? എന്താ മറുപടി? റസൂലെ, വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങേ ആരെങ്കിലും ആക്രമിക്കുമെന്ന് പേടിക്കാൻ, ആരെങ്കിലും കടന്നു വരികയാണെങ്കിൽ കടന്നു വാടാ, തകർക്കാൻ ഞാൻ ഇവിടെ കാത്തിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് റസൂലെ. ഒരാളെയും അങ്ങയുടെ ശരീരത്തിൽ ഒരു പോറൽ വീഴ്ത്താൻ ഞാൻ അനുവദിക്കില്ല. അതാണ് ബദറിൽ പോകുമ്പോൾ സഅദ് നബി മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, റസൂലെ, അങ്ങ് വരണമെന്നില്ല, ബദറിലേക്ക് അങ്ങ് വരണ്ട, ഞാനൊരു ടെന്റ് കെട്ടിത്തരാം റസൂലെ, അതിലിരിക്കണം. അവസാനത്തെ അൻസാരിയുടെ കഴുത്തിലെ കമ്പ് തറച്ച് കയറി
പിടഞ്ഞു വീണാലല്ലാതെ റസൂൽ അങ്ങയുടെ ശരീരത്തിലൊരു പോറൽ വീഴ്ത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞാൻ ആത്മാർത്ഥമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, സാധാരണ ഈ പാമ്പാട്ടിക്ക് പാമ്പിനെ പേടി ഉണ്ടാകില്ല എന്നൊരു പറച്ചിലുണ്ട്. അതേപോലെ നമ്മൾ കുറേ കാലം ഖുർആനും സുന്നത്തൊക്കെ കേട്ടതുകൊണ്ട് ഇതൊക്കെ ഒരു നിസ്സാരമായി, സുന്നത്തൊക്കെ ഒരു വളരെ ലാഘവത്തോട് കൂടി കാണുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് മാറ്റണം. സുന്നത്തെന്ന് പറഞ്ഞാൽ ഈ ദീനിൻ്റെ അടിസ്ഥാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ ആര് കളിയാക്കിയാലും, ആര് പരിഹസിച്ചാലും, ആരെല്ലാം എതിരായാലും എനിക്ക് വലുത് എൻ്റെ ഹബീബാണെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതം വളരെ നൈമിഷികമാണ്, വളരെ തുച്ഛമായ ആയുസ് മാത്രമാണ് നമുക്കുള്ളത്. ഇവിടെ ഒരൽപ്പം ത്യാഗം സഹിക്കേണ്ടി വന്നാലും നാളെ പരലോകത്ത് പുഞ്ചിരി തൂകി സന്തോഷത്തോടുകൂടി കഴിയാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. കൂടുതലായിട്ടൊന്നും സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ആത്മാർത്ഥമായി എനിക്ക് ഉണർത്താനുള്ളത്, കുടുംബസമേതം ദീനു പഠിക്കുന്നൊരു സാഹചര്യം നിലവിൽ വന്നേ പറ്റൂ. നമുക്ക് എന്ത് കാരണം പറഞ്ഞിട്ട് QHLS ക്ലാസ് ഒന്ന് മാറി നിൽക്കാൻ കഴിയും ഒന്ന് ആലോചിക്കേണ്ടതാണ്. ഇവിടെ സംഘാടകർ വിളിച്ചാൽ പല കാരണവും പറയാം, പക്ഷെ ആ കാരണം പടച്ചോന്റെ മുന്നിൽ പറയാൻ പറ്റുമോ? നാളെ ഖബറിലേക്ക് വെക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ മരണപ്പെട്ട് അവനെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ യഅതീഹി മലക്കാനി ഫയുഖഇദാനിഹി ഫയഖൂലാനി ലഹു, രണ്ട് മലക്കുകൾ വരും, അവന്റെ തലയുടെ അരികിലിരിക്കും. ആ മലക്കുകൾ അവനോട് ചോദിക്കും, ആരാണ് നിന്റെ ഇമാം? ഒരു ദിവസം ഒരു പേജ് പോലും പാരായണം ചെയ്യാതെ അള്ളാന്റെ കലാമില് 60-30 വർഷത്തെ പാരമ്പര്യം പറയാൻ നമുക്കുണ്ടായിട്ടും ഒരു പേജിന്റെ, ഒരു സൂറത്തിന്റെ അർത്ഥം പോലും പറയാൻ കഴിയാതെ ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും അള്ളാന്റെ കലാമ് പഠിക്കാൻ സമയം കണ്ടെത്താൻ കഴിയാതെ നമുക്ക് എങ്ങനെ കഴിയും സഹോദരന്മാരെ? ഖുർആനാണ് എൻ്റെ ഇമാം എന്ന് പറയാൻ. ഹമാനി മൗലവിന്റെ പരിഭാഷ നമ്മളെ വീട്ടിലില്ലേ, തഫ്സീർ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാകും. എത്ര സൂറത്ത് നമ്മളതിൽ വായിച്ചു? ഒരു തവണയെങ്കിലും അള്ളാന്റെ കലാമ് തുടക്കം മുതൽ അവസാനം വരെ വായിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ദുനിയാവിലൊരു ജോലിക്ക് വേണ്ടി 15-20 കൊല്ലം കുത്തിരുന്ന് പഠിച്ചവരാണ് നമ്മൾ. മക്കളെ രാത്രി ഉറക്കത്തിൽ വിളിച്ചെണീപ്പിച്ച് 3 മണിക്ക് ചായ ഉണ്ടാക്കി കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഓരെ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്. ആ ഒരു താല്പര്യം CRE ക്ലാസ്സിന് നമുക്കുണ്ടായിട്ടുണ്ടോ? ആ ഒരു താല്പര്യം QHLS ക്ലാസ്സിൽ നമുക്കുണ്ടായിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കുടുംബം ഒന്നിച്ചിരിക്കുന്ന, തമാശ പറയുന്ന, സന്തോഷം പങ്കിടുന്ന അങ്ങനെ ഒരു കുടുംബമാണ്. ദീനിന്റെ സാഹചര്യമാണ് റസൂലിന്റെ കുടുംബത്തിലുള്ളത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഈത്തപ്പഴം തിന്നിട്ട് മരുമോ നേരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ നീക്കി വെച്ചിട്ടൊരു കമന്റ്, ഫാത്തിമ എൻ്റെ ഇപ്പോൾ വല്ലാത്തൊരാളാട്ടോ, എത്ര ഈത്തപ്പഴമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിട്ടുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞ പോലെ തിരിച്ചൊരു കമന്റ്, എൻ്റെ പുതിയാപ്പളിനോട് പറഞ്ഞാളെ ഫാത്തിമ, ഞാൻ ഈത്തപ്പഴേ കഴിക്കുള്ളൂ. അലി ഈത്തപ്പഴത്തിൻ്റെ കുരു പോലും കഴിച്ചിരിക്കണം, അലിൻ്റെ മുന്നിൽ കുരു കാണുന്നില്ല. തമാശ പറയുന്ന, ഒന്നിച്ചിരിക്കുന്ന, ഒന്നിച്ചിരുന്ന് തമാശ പറയുന്ന കുടുംബം, അത് കണ്ടുകൊണ്ടാണ് മക്കൾ വളരുന്നത്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടാളും പള്ളിക്ക് വന്നപ്പോൾ ഒരു വയസ്സായ ആളൊരു വുളു എടുക്കുന്നുണ്ട്. ആദ്യം കൈ കഴുകും, പിന്നെ മൂപ്പര് തല തടവും, പിന്നെ വെള്ളം കുപ്പിളിക്കും, പിന്നെ കാല് കഴുകും. ഒന്നൊരു ഓർഡറല്ല. അപ്പോൾ ഹസൻ പറയാണ് ഹുസൈനോട്, റസൂല് പഠിപ്പിച്ച വുളു ഇങ്ങനെയല്ലല്ലോ, ഒരു കാര്യം ചെയ്യും, അയാൾ വുളു എടുക്കുന്ന രൂപത്തിൽ നീ വുളു ചെയ്യും. ഒരാൾ വുളു ചെയ്തു, മറ്റാളപ്പോൾ തിരുത്തി കൊടുക്കുകയാണ്, നീ ഏത് രൂപത്തിലാണ് വുളു ചെയ്യണത്? അള്ളാൻ്റെ റസൂൽ അങ്ങനെയല്ലല്ലോ പഠിപ്പിച്ചത്. ഇത് കണ്ടു നിൽക്കാണ് വൃദ്ധനായ മനുഷ്യൻ. പ്രവാചകന്റെ കുടുംബത്തിലെ ദീന് കേട്ട്, അധ്യാപനങ്ങൾ കേട്ട് വളർന്നതാണ്. നമ്മുടെ മക്കളത് കേൾക്കണില്ല. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഒന്നിച്ചിരുന്ന് ദീന് ചർച്ച ചെയ്യുന്ന, മതം പഠിക്കുന്ന സാഹചര്യം വീട്ടിൽ വേണം. QHLS ക്ലാസ്സുകളിലേക്ക് ഒന്നിച്ച് മക്കളുടെ കൂടെ വരുന്ന സാഹചര്യം വേണം. CRE ക്ലാസ്സുകളിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണം. പ്രോഫ്കോൺ നമ്മുടെ അരികിലെത്തിയിട്ടുണ്ട്. നമ്മളാണ് ആതിഥേയർ. സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് എന്നൊരു ബോധ്യമാണ് വേണ്ടത്. കഴിഞ്ഞ പ്രോഫ്കോൺ എറണാകുളത്ത് കാസർഗോഡ് വെച്ച് സംഘടിപ്പിച്ചപ്പോൾ അവസാനം എല്ലാ വിദ്യാർത്ഥികളും പിരിഞ്ഞു പോകുന്ന സമയത്ത് സ്ക്രീനിൽ ചില വരികൾ തെളിഞ്ഞിരുന്നു. 3 ദിവസത്തെ പഠനയാത്ര.
നമ്മൾ പിരിയുകയാണ്. ഒരുപാട് പഠിച്ചു, ഒരുപാട് അറിഞ്ഞു. ഇനി ഒരിക്കൽ കൂടി കണ്ടുമുട്ടുവാൻ റബ്ബ് അനുവദിക്കുമോ എന്നറിയില്ല. അനുവദിച്ചില്ല എങ്കിൽ നാളെ പരലോകത്ത് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. ആ വരികൾ കുറിച്ച സുഹൃത്ത് ഫഹമി ഫറാസ് ഇന്ന് ഖബറിലാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ, എവിടെയാണ് ഏതു രൂപത്തിലാണ് നമ്മുടെ മരണം എന്നറിയില്ല. നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ ഖബറിലേക്ക് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകൾ എത്തണം. അദ്ദേഹം മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ രാത്രി നമസ്കാരങ്ങളിൽ ആകാശങ്ങളിലേക്ക് ഉയർന്ന പ്രാർത്ഥനകളുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത മാതാപിതാക്കൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ചെറിയ മകനും വേണ്ടി രാത്രി നമസ്കാരങ്ങളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന പേമാരിയിൽ കണ്ണു നനച്ചുകൊണ്ട് പടച്ചോനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് പൊറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ അത് നമുക്കും കിട്ടണം. നമ്മൾ മരണപ്പെട്ട് തളർന്നിരിക്കുന്ന ഉപ്പാൻ്റെ അരികിൽ വന്നിട്ട് ഉപ്പ നിങ്ങൾ പ്രയാസപ്പെടണ്ട എന്നു പറയാൻ, ഉമ്മയുടെ അരികിൽ വന്നുകൊണ്ട് നിങ്ങളുടെ മകൻ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയാൻ, എല്ലാവരും തിരിച്ചു പോകുമ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചില ആളുകൾ വേണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പഠിപ്പിച്ചു, സ്വന്തം അമലുകൊണ്ട് ആരും സ്വർഗത്ത് പോകൂല. അതുകൊണ്ട് പരമാവധി ബാക്കിയുള്ള ഒരു അമലും കൂടിയും നമ്മുടെ കൈകളിലേക്ക് ചേർക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളൊരാൾക്ക് നന്മ പറഞ്ഞു കൊടുത്ത് ഒരു കുട്ടി നിസ്കാരം തുടങ്ങിയാൽ നമ്മൾ മരിച്ച് ഖബറിൽ കിടക്കുമ്പോഴും ആ നിസ്കാരം നമ്മുടെ ഖബറിലേക്ക് എത്തും. ഒരു നന്മ പറഞ്ഞു കൊടുത്ത് അവർ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ഖബറിലേക്ക് മരണത്തിന് ശേഷം അവർ ചെയ്യുന്നതിൻ്റെ പ്രതിഫലങ്ങൾ എത്തുന്നുവെങ്കിൽ പ്രോഫ്കോൺ അതിനുള്ളൊരു അവസരമാണെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. മുഖത്ത് കണ്ണട വെച്ചിട്ട് തരണ ഒരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സംഗതി മുഖത്ത് തന്നെ ഉണ്ടാവും, എന്നാലും നമ്മൾ കുറേ തിരഞ്ഞെടുക്കും. ഇവിടെ ഒന്നും പ്രൊഫഷണൽ കുട്ടികളില്ല എന്നാണ്. നമ്മളെ എളാപ്പാൻ്റെയും മൂത്താപ്പാൻ്റെയും കുടുംബത്തിലൊന്നും ഇങ്ങനെ കണ്ണോടിച്ചാൽ തന്നെ ഒരു 10-15 കുട്ടികളെ കിട്ടും. അതുകൊണ്ട് നമ്മളറിയുന്ന നമ്മുടെ പരിചയത്തിലുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ പ്രോഫ്കോണിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നമുക്ക് വേണം. CRE ക്ലാസ്സുകൾ അതിശക്തമായ രൂപത്തിൽ തന്നെ ഇവിടെ നടന്നു പോകേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ, ആ മക്കൾ നാളെ പരലോകത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ഇങ്ങനെ സൗകര്യങ്ങൾ കാണുമ്പോൾ ചോദിക്കുന്നതാണ്, പടച്ചോനെ ഇതിനും മാത്രമൊന്നും ഇല്ലല്ലോ എന്നാണ്, ഇതിനും മാത്രമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാണ്. അന്ന് ലഭിക്കുന്ന മറുപടി, നിന്റെ മരണത്തിന് ശേഷം നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച സ്വാലിഹായ സന്താനം. അല്ലാഹു തആല നമ്മുടെ മക്കളെ സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ആത്മാർത്ഥമായി ദഅ്വാ രംഗത്ത് നമ്മൾ ഉറച്ചു നിൽക്കുക. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ മാറി നിൽക്കുന്നവരാകരുത്. ഇത് എൻ്റെ ഖബറിന് വേണ്ടിയിട്ടാണ്, എൻ്റെ പരലോകത്തെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. നാളെ കർമ്മങ്ങൾ കാണിക്കപ്പെടുന്ന ദിവസത്തിൽ എനിക്ക് കാണാനുള്ളതാണെന്ന ബോധ്യം വേണം. അല്ലാഹു തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീലിനെ വിളിക്കുന്നതാണ്. ജിബ്രീലിനെ വിളിച്ചിട്ട് പറയും, ജിബ്രീൽ എനിക്കിഷ്ടമാണ് അവനെ. സഹോദരന്മാരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പടച്ചോ നമ്മളെ വിളിച്ചിട്ടുണ്ടാകും. നമ്മളെ പേര് പറഞ്ഞിട്ട് ജിബ്രീലെ എനിക്കിഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടാകുമോ? ഒരു പക്ഷേ ഖുർആൻ ക്ലാസ്സിലേക്ക് ഭാര്യൻ്റെ കൈ പിടിച്ച് മക്കളെ കൈ പിടിച്ച് വന്നിരിക്കുമ്പോൾ, വയസ്സായിട്ടുണ്ട്, കണ്ണ് കാണില്ല, എന്നാലും പ്രയാസപ്പെട്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടാകണം. ഒരു വിശന്ന് പറഞ്ഞൊരു കുട്ടി പ്രയാസപ്പെടുമ്പോൾ അവൻ്റെ തലയിലൊന്ന് തലോടി നല്ല ഭക്ഷണം കൊടുത്ത് സന്തോഷത്തോടു കൂടി ആ കുട്ടി പോകുമ്പോൾ പടച്ചോൻ പറഞ്ഞിട്ടുണ്ടാകും. ഒരു പാവപ്പെട്ട മനുഷ്യൻ പ്രയാസപ്പെടുമ്പോൾ ആരും കാണാതെ അവൻ്റെ വീട്ടിലേക്ക് ചെന്ന് ഒരു 2000 നോട്ട് മടക്കി അവൻ്റെ കയ്യിൽ കൊടുത്ത്, നമ്മളെ വീട്ടിൽ പട്ടിണിയാണ്, പ്രയാസമാണ്, പക്ഷേ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നീങ്ങണമെന്ന മനസ്സോടുകൂടി തിരിച്ചു വരുമ്പോൾ അല്ലാഹ് വിളിച്ചിട്ടുണ്ടാകും. ഒരുപാട് സൽക്കർമ്മങ്ങളുമായി നന്മകളുമായി മരണം വരെ പോരാടാൻ, ഖബറിലെ വിശ്രമം കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല ഇഖ്ലാസോടുകൂടി പണിയെടുക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ വെച്ച് മരണപ്പെടുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തൗഹീദിൽ മരണപ്പെടാനുള്ള ഭാഗ്യം റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണമേ. ഹൃദയങ്ങൾ മാറി മറിയുന്നതാണ് റബ്ബേ, അത് നിന്റെ ദീനിൻ്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ പ്രയാസപ്പെടുകയാണ്, അവർക്കെല്ലാം ശമനം നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അവരുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ തകർത്തെറിയണമേ റഹ്മാനെ. റബ്ബന യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك ربنا لا تجعل فتنتنا في ديننا
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.